أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജീവിത സാഹചര്യങ്ങളുടെ സ്മരണയിൽ സക്കാത്ത് നിഷേധികളുടെ സംബന്ധിച്ച് തങ്ങളുടെ അഭിപ്രായങ്ങൾ, അവരോടുള്ള പെരുമാറ്റങ്ങളുടെയും സ്മരണയായിരുന്നു നടന്നിരുന്നത്. ഈ കാര്യത്തിൽ കൂടുതലായി തബ്രി ചരിത്രത്തിൽ ഇങ്ങനെ വിവരിച്ചിട്ടുണ്ട്: അസദ്, ഗത്ഫാറും ത്വേ ഗോത്രങ്ങൾ കള്ളപ്രവാചകത്വം വാദിച്ച തൽജ ബിൻ ഖബീലിൻ്റെ കയ്യിൽ ഒരുമിച്ചുകൂടി. ചില പ്രത്യേക ആളുകൾ മാത്രം. അസദ് ഗോത്രങ്ങൾ സമീറ പ്രദേശത്ത് ഒരുമിച്ചുകൂടി. സമീറ എന്നത് ആദ് സമുദായത്തിലെ ഒരു വ്യക്തിയുടെ പേരിൽ ഈ സ്ഥലത്തിൻ്റെ പേര് വച്ചിരിക്കുകയാണ്. ഇത് മക്കയുടെ വഴിയിലുള്ള ഒരു സമുദായമാണ്. ഈ പ്രദേശത്തിൻ്റെ ചുറ്റുവട്ടത്ത് കറുത്ത നിറത്തിലുള്ള പർവ്വതമുണ്ട്. അത് കാരണമായി അതിന് ഈ പേര് വയ്ക്കപ്പെട്ടിരിക്കുന്നു. ഫസാറയുടെയും ഗത്ഫാന്റെയും ജനങ്ങൾ തങ്ങളുടെ സഖ്യകക്ഷികളുമായി ത്യൂബയിൽ പോയി തെക്ക് ഭാഗത്ത് ഒരുമിച്ചുകൂടി. ത്വേ തങ്ങളുടെ പ്രദേശത്തിൻ്റെ അതിർത്തിയിൽ ഒരുമിച്ചുകൂടി. സാബ ബിൻ സഅദും മുറയും അബ്സിൽ നിന്നും അവരുടെ പിന്തുണക്കാരും റബ്സയുടെ അബ്രക്ക് പ്രദേശത്ത് ഒരുമിച്ചുകൂടി. റബ്സയും 3 ദിവസ യാത്രാ ദൂരത്തിൽ മദീനയിലെ ഒരു താഴ്വരയാണ്. അബ്രക്കും സബ്ദ ബനു സോവായൻ ഗോത്രത്തിന്റെ സ്ഥലങ്ങളിൽ നിന്നായിരുന്നു. ബനു കിനാനയിലെ കുറച്ചു പേരും അവരോട് വന്നു ചേർന്നു. എന്നാൽ ആ പ്രദേശം അവരെ ഉൾക്കൊള്ളുന്നതായിരുന്നില്ല. അതിനാൽ അവരുടെ 2 സംഘങ്ങളായി ഒരു സംഘം അബ്രക്കിൽ തങ്ങി, രണ്ടാമത്തേത് ദുൽഖസയിലേക്ക് പോയി. ദുൽഖസയും മദീനയിൽ നിന്നും 40 മൈൽ ദൂരത്തുള്ള ഒരു സ്ഥലമാണ്. ദുലൈഹ ഹിബാലിനെ അവരുടെ സഹായത്തിനായി അയച്ചു. ഹിബാൽ ദുലൈഹയുടെ സഹോദരപുത്രനായിരുന്നു. ഏതായിരുന്നാലും ഇങ്ങനെ ഹിബാൽ ദുൽഖസക്കാരുടെ സർദാറായി. അവിടെ അബ്ദുലേസ് ബിൻ ഖദ്ലജ് ഗോത്രങ്ങളിൽ നിന്ന് അവരെ പിന്തുണക്കുന്നവരും ഉണ്ടായിരുന്നു. ഔഫ് ബിൻ ഹലാൽ ബിൻ സനാൻ അബ്രക്ക് പ്രദേശത്തുണ്ടായിരുന്നു. മുറ ഗോത്രത്തിന്റെ സർദാറായി നിയമിക്കപ്പെട്ടു. അതുപോലെ അബ്സ് ഗോത്രത്തിൽ ഹാരിസ് ബിൻ ഹലാൽ സർദാറായി നിയമിതനായി. അത് ബനു സബീറിൽ നിന്നായിരുന്നു. ഈ ഗോത്രങ്ങൾ അയച്ച പ്രതിനിധി സംഘം മദീനയിൽ വന്നത് എല്ലാം ഒരുമിച്ച് കൂട്ടി. അതിനുശേഷം ഓരോരോ ഗ്രൗണ്ട് തങ്ങളുടെ ഒരു സ്ഥലമായി അയച്ചു. ഈ വന്ന ജനങ്ങളെല്ലാം മദീനയിലെ അമായിദീനുകളുടെ അടുത്ത് തമ്പടിച്ചു തങ്ങി. ഹസ്രത്ത് അബ്ബാസ് അല്ലാത്ത എല്ലാവരും അവരെ തങ്ങളുടെ സുഹൃത്ത് അതിഥികളാക്കി. പിന്നെ അവരെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സമക്ഷത്തിൽ കൊണ്ടുവന്നു. അവർ നമസ്കരിക്കും, എന്നാൽ സക്കാത്ത് നൽകില്ല എന്ന നിബന്ധനയോടുകൂടി. അള്ളാഹു അബൂബക്കറിനെ സത്യത്തിൽ നിലയുറപ്പിച്ചു. ഹസ്രത്ത് അബൂബക്കർ അരുളുന്നു: ഒരു വേള ഇവർ ഒട്ടകത്തെ ബന്ധിപ്പിക്കുന്ന കയർ പോലും തന്നില്ലെങ്കിൽ ഞാൻ ഇവരോട് ജിഹാദ് ചെയ്യുന്നതാണ്. ഹദ്റത്ത് അബൂബക്കറിന്റെ നിലപാട് കണ്ട് സക്കാത്ത് നിഷേധികളുടെ സംഘങ്ങൾ മദീനയിൽ നിന്നും തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ
ആ സമയത്ത് അവരുടെ അവസ്ഥ എന്തായിരുന്നുവെന്ന് സ്മരിച്ചുകൊണ്ട് ഒരു ചരിത്രകാരൻ എഴുതുന്നു, ആ സംഘങ്ങൾ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ദൃഢനിശ്ചയം കണ്ടപ്പോൾ മദീനയിൽ നിന്ന് തിരിച്ചു. എന്നാൽ മദീനയിൽ നിന്ന് തിരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവരുടെ ബുദ്ധിയിലുണ്ടായിരുന്നു. നമ്പർ 1, സക്കാത്ത് നിരാകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു സംസാരവും പ്രയോജനകരമല്ല. ഇക്കാര്യത്തിൽ ഇസ്ലാമിന്റെ ആജ്ഞ സ്പഷ്ടമാണ്. പിന്നെ ഖലീഫ തന്റെ തീരുമാന നിശ്ചയത്തിൽ നിന്നും പിന്നോട്ടു പോകുന്നതിന്റെ യാതൊരു പ്രതീക്ഷയുമില്ല. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ വിശദമായ തെളിവുകൾക്ക് ശേഷം ഖലീഫയുടെ തീരുമാനത്തിൽ ഏകീഭവിച്ചിരുന്നു. അങ്ങനെ ഹദരത്ത് അബൂബക്കറിനെ പിന്താങ്ങുന്നതിനായി അണിനിരന്നിരുന്നു. നമ്പർ 2, സന്തോഷത്തിലായിരുന്ന മുസ്ലിങ്ങളുടെ ബലഹീനതയും ന്യൂനപക്ഷവും കൈമുതലായി കണക്കാക്കി മദീനയിൽ ഭയാനക ആക്രമണം നടത്തുക, തദ്വാര ഇസ്ലാമിക ഭരണം വീഴ്ത്തണം. ഇത് അവരുടെ അവകാശമായിരുന്നു. അങ്ങനെ ഈ വർഗത്തിന്റെ അന്ത്യം കുറിക്കുക. ഇങ്ങനെ നാം ചെയ്യുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ കൈവശപ്പെടുത്താം എന്നാണ്. എന്തായിരുന്നാലും അവർ തിരിച്ചുപോയി അവരുടെ ഗോത്രങ്ങളോട് പറഞ്ഞു, ഇപ്പോൾ മദീനയിൽ വളരെ കുറച്ച് ജനങ്ങളെ ഉള്ളൂ. അങ്ങനെ അവരെ ആക്രമിക്കാൻ പ്രചോദനം നൽകി. മറുവശത്ത് ഹദരത്ത് അബൂബക്കറും അശ്രദ്ധനായിരുന്നില്ല. അദ്ദേഹം ആ സംഘം പോയതിനു ശേഷം മദീനയുടെ എല്ലാ മുക്കിലും പതിവായി കാവൽക്കാരെ നിയമിച്ചു. ഹദരത്ത് അലി, ഹദരത്ത് സുബൈർ, ഹദരത്ത് തൽഹ, ഹദരത്ത് അബ്ദുള്ള ബിൻ മസ്ഊദ് ഈ ജോലിയിൽ നിയമിതനായി. ഒരു റിവായത്തിൽ ഹദരത്ത് സഅദ് ബിൻ അബി വക്കാസ്, ഹദരത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ പേരും വരുന്നുണ്ട്. ഇവരും മൂലകളിൽ കാവാലാളായി നിയമിക്കപ്പെട്ടിരുന്നു. ഇതുകൂടാതെ ഹദരത്ത് അബൂബക്കർ മുഴുവൻ മദീനക്കാരോടും ആജ്ഞാപിച്ചിരുന്നു, അവർ മസ്ജിദിൽ ഒരുമിച്ച് കൂടുക. അതിനുശേഷം അവരോട് പറയുകയുണ്ടായി, മുഴുവൻ ഭൂപ്രദേശവും നിഷേധികളായിരിക്കുന്നു. അവരുടെ സംഘങ്ങൾ നിങ്ങളുടെ അംഗബാഹുല്യം കണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയില്ല, അവർ ഒരു ദിവസം പകലോ രാത്രിയോ നിങ്ങളുടെ മേൽ ആക്രമണം നടത്തും. അവരുടെ ഏറ്റവും അടുത്ത സംഘം ഇവിടെ നിന്ന് കേവലം ഒരു ബരീദ് ദൂരത്താണുള്ളത്. അതായത് 12 മൈൽ. ബരീദ് 12 മൈലാണ്, മൈലിന് തുല്യമാണ്. അവർ 12 മൈൽ ദൂരത്താണുള്ളത്. ചില കുറച്ചാളുകൾ ആഗ്രഹിക്കുന്നത് നാം അവരുടെ നിബന്ധനകൾ അംഗീകരിക്കുക എന്നാണ്, അവരോട് സമരസപ്പെടുക. എന്നാൽ നാം അവരുടെ വാക്കുകൾ അംഗീകരിച്ചില്ല. അങ്ങനെ അവരുടെ നിബന്ധനകൾ നിരാകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ പോരാട്ടത്തിനായി പൂർണ്ണമായി തയ്യാറാകുക. അത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഊഹം തീർത്തും ശരിയായിരുന്നു. സക്കാത്ത് നിഷേധികളുടെ സംഘം മദീനയിൽ നിന്ന് തിരിച്ചു പോയതിനു ശേഷം കേവലം 3 രാത്രികൾ കഴിഞ്ഞിരുന്നു. അവർ രാത്രിയായതോടെ മദീനയിൽ ആക്രമണം നടത്തി. തങ്ങളുടെ കൂട്ടാളികളിൽ ഒരു സംഘത്തെ അവർ ജൂഹിസയിൽ വിട്ടുവന്നു. അങ്ങനെ അവസരം വരുമ്പോൾ സഹായമാകും. ജൂഹിസ ബനു ഫസാറയുടെ വെള്ളങ്ങളിൽ നിന്ന് ഒന്നാണ്. ഇത് ഹബ്സ, നഖൽ എന്നിവയുടെ മധ്യത്തിലാണ്. ഏതായിരുന്നാലും ഈ ആക്രമണം നടത്തിയവർ രാത്രി സമയത്ത് മദീനയുടെ മുക്കുകളിൽ എത്തിയിരുന്നു. അവിടെങ്ങളിൽ ആദ്യത്തെ പോരാളികൾ സന്നിധികരായിരുന്നു. അവരുടെ പാർശ്വങ്ങളിൽ കുറച്ചു പേരെയും ആൾക്കാരുണ്ടായിരുന്നു. അവർ ഉയരങ്ങളിലേക്ക് കയറുകയായിരുന്നു. കാബൽ ഭടന്മാരെ അവർക്ക് ശത്രുവിന്യാസത്തെക്കുറിച്ച് അറിയിച്ചു കൊടുത്തു. പിന്നെ ഹസ്രത്ത് അബൂബക്കറിന് ശത്രുക്കളുടെ മുന്നത്തെക്കുറിച്ച് അറിയിപ്പ് നൽകുന്നതിനായി ഒരാളെ ഓടിച്ചു. ഹസ്രത്ത് അബൂബക്കർ എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ നിലയുറപ്പിക്കുവാൻ സന്ദേശം നൽകി. അതിൽ മുഴുവൻ സൈന്യവും അങ്ങനെ ചെയ്തു. പിന്നെ ഹസ്രത്ത് അബൂബക്കർ മസ്ജിദിൽ വന്ന് മുസ്ലിങ്ങളെ കൂട്ടി ഒട്ടകങ്ങളിൽ സവാരി ചെയ്ത് അവരുടെ ഭാഗത്തേക്ക് യാത്രയായി. ശത്രുക്കൾ പിന്തിരിഞ്ഞു. മുസ്ലിങ്ങൾ തങ്ങളുടെ ഒട്ടകങ്ങളിൽ അവരെ പിന്തുടർന്നു. ഏതുവരെ എന്നാൽ അവർ ജൂഹിസ എത്തിച്ചേർന്നു. ആക്രമണകാരികളുടെ സഹായികളായ സംഘം തോലിന്റെ വെള്ളസഞ്ചികളിൽ കാറ്റ് നിറച്ച് അവയിൽ കയർകെട്ടി മുസ്ലിങ്ങളോട് പോരാടാൻ പുറപ്പെട്ടു. അവർ ആ തോൾ സഞ്ചികളിൽ തങ്ങളുടെ കാലുകൾ കൊണ്ട് തട്ടി ഒട്ടകങ്ങളുടെ മുന്നിൽ തൂക്കി. എന്തുകൊണ്ടെന്നാൽ ഒട്ടകങ്ങൾ അതുമൂലം ഏറ്റവും കൂടുതൽ പരിഭ്രമിക്കുന്നു. തൂങ്ങിക്കിടക്കുന്ന വസ്തു വരുന്നു. തോൾ സഞ്ചികൾ കൊണ്ട് മുസ്ലിങ്ങളുടെ മുഴുവൻ ഒട്ടകവും അവ മൂലം പരിഭ്രമിച്ച് പാഞ്ഞു. അതിൽ സവാരി ചെയ്തിരുന്ന മുസ്ലിങ്ങളും ഒരു വിധേനയും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഏതുവരെ എന്നാൽ അവർ മദീനയിലെത്തി. എന്നാൽ ഇതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഒരു നഷ്ടവും സംഭവിച്ചില്ല. അവരുടെ കയ്യിൽ ഒരു വസ്തുവും വന്നു ചേർന്നില്ല. ബാഹ്യമായി മുസ്ലിങ്ങളിൽ ഈ പിന്നോക്കാവസ്ഥയിൽ ശത്രുക്കൾ കരുതി മുസ്ലിങ്ങൾ ബലഹീനരാണ്, അത് അവരിൽ പോരാടുന്നതിന് ശക്തിയില്ല. ഈ വ്യർത്ഥ ചിന്തയിൽ അവർ തങ്ങളുടെ
ദുൽഹിസയിൽ തമ്പടിച്ചിരുന്ന കൂട്ടുകാർക്ക് ഈ സംഭവത്തെക്കുറിച്ച് അറിയിപ്പ് നൽകി. ഈ വാർത്തയിൽ വിശ്വസിച്ച് ആ സംഘത്തിന്റെ അടുത്തെത്തി. എന്നാൽ അവർക്കറിയില്ലായിരുന്നു അള്ളാഹു അവരെക്കുറിച്ച് മറ്റൊരു തീരുമാനം എടുത്തിരുന്നു. അത് അവൻ തീർച്ചയായും നടപ്പിലാക്കുന്നത് തന്നെയാണ്. രാത്രി മുഴുവൻ ഹദ്റത്ത് അബൂബക്കർ തന്റെ സൈന്യത്തിന്റെ തയ്യാറെടുപ്പിൽ നിമഗ്നനായിരുന്നു. അങ്ങനെ എല്ലാവരെയും തയ്യാറാക്കി രാത്രിയുടെ അന്ത്യയാമത്തിൽ മുഴുവൻ സൈന്യവും വരിവരിയായി കാൽനടയായി യാത്ര തിരിച്ചു. നൂമാൻ ബിൻ മുഖ്റൻ മൈമനയിൽ, അബ്ദുല്ല ബിൻ മക്രൻ മൈസറയിൽ, പിന്നെ സുവേദ് ബിൻ മക്രൻ സൈന്യത്തിന്റെ പിൻഭാഗത്ത് പര്യവേക്ഷകരായിരുന്നു. അവരുടെ കൂടെ കുറച്ച് സവാരികളും ഉണ്ടായിരുന്നു. ഫജർ ഉദിക്കുന്നതിന് മുമ്പ് മുസ്ലിങ്ങളും സക്കാത്ത് നിഷേധികളും ഒരേ മൈതാനത്തായിരുന്നു. മുസ്ലിങ്ങളുടെ ഒരു അനക്കമടക്കവും അവർക്ക് എത്തുന്നതിന് മുമ്പ് മുസ്ലിങ്ങൾ അവരെ വാളുകൾക്കിരയാക്കാൻ തുടങ്ങി. പിന്നെ രാത്രിയുടെ അന്ത്യയാമത്തിൽ പോരാട്ടം നടത്തി. സൂര്യകിരണം പൊട്ടിവിടുന്നതിന് മുമ്പായി തന്നെ നിഷേധികൾ പരാജിതരായി പാറിപ്പോയി. പിന്നെ എഴുതിയിരിക്കുന്നു, മുസ്ലിങ്ങൾ അവരുടെ മുഴുവൻ ജന്തുക്കളിലും ആധിപത്യം സ്ഥാപിച്ചു. ഈ സാഹചര്യത്തിൽ ഹിബാൽ വധിക്കപ്പെട്ടു. ഹദ്റത്ത് അബൂബക്കർ അവരെ പിന്തുടർന്നു. ഏതുവരെയെന്നാൽ ദുൽഖസ്സ എത്തി നിന്നു. ഇത് ആദ്യ വിജയമായിരുന്നു അള്ളാഹു തആല മുസ്ലിങ്ങൾക്ക് നൽകിയത്. ഹദ്റത്ത് അബൂബക്കർ നൂമാൻ ബിൻ മുഖ്റനിനെ കുറച്ച് ആളുകളുടെ കൂടെ അവിടെ നിയമിച്ചുകൊണ്ട് സ്വയം മദീനയിലേക്ക് തിരിച്ചു പോന്നു. ഇത് തിബ്രി ചരിത്രമാണ്. ഈ യുദ്ധം ബദർ യുദ്ധത്തിനോട് സാമ്യമുണ്ട്. ഒരു എഴുത്തുകാരൻ എഴുതുന്നു, ഈ അവസരത്തിൽ അബൂബക്കറിന്റെ വിശ്വാസം, ഉറപ്പ്, ദൃഢനിശ്ചയം, ധൈര്യം, കുശാഗ്രബുദ്ധിയുടെ പ്രകടനം കൊണ്ട് മുസ്ലിങ്ങളുടെ ഹൃദയങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധങ്ങളുടെ ഓർമ്മ വന്നു. അബൂബക്കറിന്റെ കാലത്തെ ഈ ആദ്യ പോരാട്ടം വലിയ രീതിയിൽ ബദർ യുദ്ധവുമായി സാമ്യമുണ്ട്. ബദർ യുദ്ധ ദിവസം മുസ്ലിങ്ങൾ കേവലം 313 കുറഞ്ഞ എണ്ണത്തിലായിരുന്നു. എന്നാൽ മക്ക മുസ്ലിങ്ങളുടെ എണ്ണം 1000-ലധികമായിരുന്നു. ഈ അവസരത്തിലും അബൂബക്കറിനോട് ചേർന്നുണ്ടായ സംഭവത്തിൽ എതിരാളികളുമായി യുദ്ധത്തിൽ ഈ അവസരത്തിലും മുസ്ലിങ്ങളുടെ എണ്ണം വളരെ കുറവായിരുന്നു. അതിനെതിരിൽ അബ്സ്, സേബാൻ, അത്ഫാൽ ഗോത്രങ്ങൾ വലിയ സംഘത്തോടുകൂടി മുസ്ലിങ്ങളിൽ ആക്രമണം നടത്തി. ബദറിന്റെ അവസരത്തിൽ അവർക്ക് അള്ളാഹു മുസ്ലിങ്ങളിൽ വിജയം നൽകി. ഈ അവസരത്തിലും അബൂബക്കറിനും കൂട്ടുകാർക്കും പൂർണ്ണ വിശ്വാസത്തിന്റെ തെളിവ് നൽകി. ശത്രുവിൻ മേൽ വിജയം ലഭിച്ചു. ഏതുപോലെ ബദർ യുദ്ധം ദൂരവ്യാപകമായ ഫലങ്ങൾ സൃഷ്ടിച്ചുവോ അതുപോലെ ഈ യുദ്ധത്തിലും മുസ്ലിങ്ങളുടെ വിജയം ഇസ്ലാമിന്റെ ഭാവിയിൽ ആഴ്ന്ന പ്രഭാവം നാട്ടുകയുണ്ടായി. ബനു സേബാൻ, ബനു അബ്സ് ഈ പരാജയത്തിന്റെ കാരണമായി കോപതാപത്തിൽ വന്നുകൊണ്ട് തങ്ങളുടെ അടുത്തുണ്ടായിരുന്ന മുസ്ലിങ്ങളിൽ പെട്ടെന്ന് ആക്രമണം നടത്തി അവരെ വളരെ കിരാതകരമായി വിവിധ തരത്തിൽ ശിക്ഷിച്ചുകൊണ്ട് ഷഹീദാക്കി. നിരാലംബരായ അവരുടെ പ്രദേശത്ത് വസിച്ചിരുന്ന മുസ്ലിങ്ങളെ വധിച്ചുകൊണ്ട് ഷഹീദാക്കിക്കൊണ്ട് അവർ പ്രതികാരം ചെയ്തു. പിന്നീട് അവരെ അനുകരിച്ചുകൊണ്ട് മറ്റു ഗോത്രങ്ങളും അവരെ അങ്ങനെ തന്നെ ചെയ്തു. ഈ അക്രമികളുടെ അറിവ് ലഭിച്ചപ്പോൾ ഹദ്റത്ത് അബൂബക്കർ മുസ്ലിങ്ങളെ നല്ലവണ്ണം കൊല ചെയ്യുമെന്ന് സത്യം ചെയ്തു. പിന്നെ എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ആരാണോ മുസ്ലിങ്ങളെ കൊല ചെയ്തിരുന്നത് അവരെ അതിസൂക്ഷ്മമായി വധിക്കുന്നതാണ്. ഹദ്റത്ത് അബൂബക്കറിന്റെ നേതൃത്വത്തിലും മാർഗനിർദ്ദേശത്തിലും സക്കാത്ത് നിഷേധികളുടെ ആക്രമണങ്ങളുടെ പര്യവസാനത്തോടെ മറ്റ് ബലഹീന പ്രഭാവിത ഗോത്രങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി സക്കാത്ത് കൊണ്ട് മദീനയിലേക്ക് വരാൻ തുടങ്ങി. ശക്തിവാന്മാരായ ഗോത്രങ്ങളുടെയും ഈ അവസ്ഥയാണെന്ന് ബലഹീന ഗോത്രങ്ങൾ കണ്ടപ്പോൾ സക്കാത്ത് തടഞ്ഞിരുന്നവരും സക്കാത്ത് കൊണ്ട് മദീന വരാൻ തുടങ്ങി. ചില ഗോത്രങ്ങൾ രാത്രിയുടെ ആദ്യ ഭാഗത്ത് സക്കാത്ത് കൊണ്ടുവരാൻ തുടങ്ങി, ചിലർ രാത്രിയുടെ മധ്യഭാഗത്ത്, പിന്നീട് ചിലർ രാത്രിയുടെ അവസാന ഭാഗത്ത്. ഇവർ മദീനയിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയപ്പോൾ എല്ലാ കൂട്ടരുടെയും പ്രത്യക്ഷപ്പെടുന്ന അവസരത്തിൽ ജനങ്ങൾ ഇവർ ഭയപ്പെടുത്തുന്നവരായിരിക്കുമെന്ന് പറയാറുണ്ട്. അതായത് ഏതോ അപായ വാർത്ത കൊണ്ടുവരുന്നവർ. എന്നാൽ ഹദ്റത്ത് അബൂബക്കർ എല്ലാ അവസരത്തിലും പറയാറുണ്ടായിരുന്നു, ഇവർ സന്തോഷ വാർത്ത നൽകുന്നവരാണ്, പിന്താങ്ങുന്നതിനായി വരുന്നവരാണ്, നഷ്ടമുണ്ടാക്കുവാൻ വേണ്ടിയല്ല. അങ്ങനെ ഇവർ കൃത്യമായി മനസ്സിലാക്കിയപ്പോൾ ഈ സംഘങ്ങൾ ഇസ്ലാമിനെ പിന്താങ്ങുന്നതിനായാണ് വന്നത്, അങ്ങനെ സക്കാത്തിന്റെ ധനവും കൊണ്ടുവരുന്ന സംഘങ്ങളാണ്. അപ്പോൾ മുസ്ലിങ്ങൾ ഹദ്റത്ത് അബൂബക്കറിനോട് പറഞ്ഞു, താങ്കൾ വളരെ അനുഗ്രഹീത വ്യക്തിയാണ്, താങ്കൾ എപ്പോഴും സന്തോഷ വാർത്തയിൽ ചരിക്കുന്നു. ഈ അവസരത്തിൽ ഹദ്റത്ത് അബൂബക്കർ ഇതുകൂടി പറഞ്ഞു,
ദുർവാർത്തയും ദുഷ്വാചരവും വിചാരവുമായി വരുന്നവർ വേഗം വേഗം നടക്കുന്നു. എന്നാൽ സന്തോഷവാർത്ത കൊണ്ടുവരുന്നവ കൂട്ടങ്ങൾ സാവകാശത്തോടെയാണ് നടക്കുന്നത്. ഞാൻ ഇവരുടെ വേഗതയിൽ നിന്ന് ഊഹിക്കുന്നതാണ്. സക്കാത്ത് നിഷേധികൾക്കെതിരിൽ വിജയത്തിന് ശേഷം സക്കാത്തിന്റെ വസൂലിയുമായി ബന്ധപ്പെട്ട് തിബിരിചരിത്രത്തിലുള്ളത് ആ കാലത്ത് മുസ്ലിങ്ങളുടെ മദീനയിലെ ആവശ്യങ്ങൾക്ക് ശേഷം ബാക്കിയാകുന്ന സദക്കകൾ ലഭിച്ചു എന്നാണ്. ഈ വിജയങ്ങളുടെയും സന്തോഷ വാർത്തകളുടെയും ഇടയിൽ ഹദ്റത്ത് ഉസാമയുടെ സൈന്യവും വിജയത്തോടെ ആഹ്ലാദത്തോടും കൂടി മദീനയിലേക്ക് തിരിച്ചു. ഹദ്റത്ത് ഉസാമ തിരിച്ചു വന്നതിന് ശേഷം അബൂബക്കർ അദ്ദേഹത്തെ മദീനയിൽ തന്റെ കീഴിൽ നിയമിച്ചു. ഇങ്ങനെയും പറയുന്നുണ്ട്, ഹദ്റത്ത് അബൂബക്കർ സനാൻ സമ്രിയെ തന്റെ കീഴിൽ നിയമിച്ചുവെന്ന്. പിന്നെ അവരോട് അവരുടെ സൈന്യത്തോട് പറഞ്ഞു, ആദ്യ അവസാനം നിങ്ങളും വിശ്രമിക്കുക, നിങ്ങളുടെ സവാരി മൃഗങ്ങളും ക്ഷീണം മാറ്റട്ടെ. പിന്നെ സ്വയം അബൂബക്കർ ജനങ്ങളോടുകൂടി സവാരി ചെയ്ത് ജൂഹിസ പുറപ്പെട്ടു. എന്നാൽ മുസ്ലിങ്ങൾ ഹദ്റത്ത് അബൂബക്കറിനോട് അഭ്യർത്ഥിച്ചത്, അല്ലയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫ, താങ്കളുടെ അള്ളാഹുവിനോട് വേണ്ടി അപേക്ഷിക്കുകയാണ്, താങ്കൾ സ്വയം ഈ ഉദ്യമത്തിൽ പോകരുത്. എന്തുകൊണ്ടെന്നാൽ ദൈവസന്നിധി വിധിയിൽ താങ്കൾക്ക് എന്തെങ്കിലും കഷ്ടം സംഭവിച്ചാൽ പിന്നെ മുഴുവൻ പദ്ധതിയും താറുമാറാകും. താങ്കൾ വേറെ ആരെയെങ്കിലും ഈ ജോലിക്കായി അയക്കുക. അങ്ങനെ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ താങ്കൾ മറ്റാരെയെങ്കിലും അവരുടെ സ്ഥാനത്ത് നിയമിക്കാവുന്നതാണ്. ഹദ്റത്ത് അബൂബക്കർ അരുളുകയുണ്ടായി, അള്ളാഹു ആണ് സത്യം, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഞാൻ നിങ്ങളുടെ ദുഃഖ നിവാരണം എന്റെ പ്രാണം കൊണ്ട് ചെയ്യുന്നതാണ്. പിന്നെ റബ്ബ് സവാസികളുടെ മേൽ ആക്രമണത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ഹദ്റത്ത് അബൂബക്കർ എല്ലാ ഏർപ്പാടുകളും ചെയ്ത് ജൂഹിസയും ജുൽഖിസയും പോയി. ജുൽഖിസ മദീനയിൽ നിന്ന് 40 മൈൽ ദൂരത്തുള്ള ഒരു സ്ഥലമാണ്. നുമാൻ, അബ്ദുല്ല, സയ്യിദ് തുടങ്ങിയവർ തങ്ങളുടെ സ്ഥലങ്ങളിലായിരുന്നു. ഏതുവരെ എന്നാൽ ഹദ്റത്ത് അബൂബക്കർ അബ്രക്ക് പ്രദേശത്ത് റബ്സ വാസികളെ കണ്ടുമുട്ടി. തീവ്ര യുദ്ധം നടന്നു. അവസാനം അല്ലാഹു ഹാരിസ് ബിൻ ഔഫിനും പരാജയം നൽകി. അവർ മുറ, സഅൽബ, അബ്സ ഗോത്രങ്ങളുടെ നേതാക്കന്മാരായിരുന്നു. പിന്നെ ഫതീമ ജീവനോട് പിടികൂടി. ഹദ്റത്ത് അബൂബക്കർ കുറച്ച് ദിവസം അബറക്കിൽ താമസിച്ചു. പിന്നെ താങ്കൾ അബറക്കിന്റെ ഭൂപ്രദേശത്ത് മുസ്ലിങ്ങളുടെ കുതിരകളുടെ മേച്ചിൽ സ്ഥലമാക്കി. ഈ യുദ്ധത്തിൽ പരാജിതരായി ബനു അബ്സും ബനു സവ്യാൻ തലിഹോടുകൂടി ചേർന്നപ്പോൾ സമീറയിൽ നടന്ന് അപ്പോൾ അവർ ബസാവത്തിലെത്തി നിൽക്കുകയായിരുന്നു. ബസാവയും ബനു അസദിന്റെ ഉറവയുടെ പേരാണ്. ഇവിടെ തലീഹ അസദിയുടെ കൂടെ ഹദ്റത്ത് അബൂബക്കറിന്റെ കാലത്ത് മഹത്തായ പോരാട്ടം നടന്നിരുന്നു. പിന്നീട് ഒരു എഴുത്തുകാരൻ പരാജിത ഗോത്രങ്ങളുടെ കുറിച്ച് എഴുതുന്നു. അബ്സ്, സിബിയാൻ, ഗത്ഫാൻ, ബനി ബക്കർ, പിന്നെ മദീനയുടെ അടുത്ത് വസിക്കുന്നവർ, മറ്റ് കോപിഷ്ട ഗോത്രങ്ങൾ. നല്ലത് അവരുടെ അനാവശ്യ ധാർഷ്ട്യം ശത്രുതയിൽ നിന്ന് പിന്മാറി ഹദ്റത്ത് അബൂബക്കറിന്റെ പൂർണ്ണ അനുസരണയിലും ഇസ്ലാം കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നതുമായി അംഗീകരിക്കുകയും അങ്ങനെ മുസ്ലിങ്ങളോട് കൂടി ചേർന്ന് പരിത്യാഗികൾക്കെതിരിൽ അണിനിരക്കുകയുമായിരുന്നു. ബുദ്ധിക്ക് യോജിച്ചതുമായിരുന്നു. സാഹചര്യങ്ങളുടെ പിന്തുണയും ഉണ്ടായിരുന്നു. അബൂബക്കർ മുഖേന അവരുടെ ശക്തി ഇല്ലാതായിരുന്നു. റോം അതിർത്തിയിൽ ലഭിച്ച വിജയ കാരണമായി മദീനവാസികളുടെ പ്രഭാവം നിലനിന്നിരുന്നു. മുസ്ലിങ്ങളുടെ ശക്തിയും ബലവും വർദ്ധിച്ചിരുന്നു. ബദർ യുദ്ധത്തിലും ആരംഭ പോരാട്ടങ്ങളിലും അവരിലുണ്ടായിരുന്ന ആ ബലഹീനത സ്ഥിതിയായിരുന്നില്ല. അവർ ഇപ്പോൾ മക്കയും അവരോടൊപ്പമായിരുന്നു. അതുപോലെ ത്വായിഫും ഈ 2 പട്ടണങ്ങളുടെയും മുഴുവൻ അറബികളിലും വ്യാപിച്ചിരുന്നു. പിന്നെ ഈ ഗോത്രങ്ങളുടെ ഇടയിൽ ഇടഞ്ഞു നിൽക്കുന്നവർക്ക് ഒരിക്കലും കൂടെ ചേർക്കാൻ കഴിയാത്ത രീതിയിലുള്ള ധാരാളം മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. ഈ രീതിയിൽ അവരുടെ സ്ഥാനം വളരെ ബലഹീനമായി. മറ്റു മുസ്ലിങ്ങളോടുള്ള ശത്രുതയിൽ, എന്നാൽ ഇങ്ങനെയെല്ലാമായിരുന്നിട്ടും മുസ്ലിങ്ങളോടുള്ള ശത്രുതയിൽ അവരുടെ കണ്ണുകൾക്ക് അന്ധത ബാധിച്ചിരുന്നു. മറ്റുള്ള എല്ലാ അനുഭൂതികളും ഹൃദയത്തിൽ നിന്ന് പോയിക്കൊണ്ടിരുന്നു. അവർ തങ്ങളുടെ രാജ്യങ്ങൾ ഉപേക്ഷിച്ചു. പിന്നെ ബനി അസദ് ഗോത്രത്തിലെ കള്ളപ്രവാചകവാദി ത്വലീഹയിൽ ഖവാലിദിനോട് പോയി ചേർന്നു. അവർ മുസ്ലിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അവർക്ക് അവരുടെ ആലോചനകളുമായി മാറ്റിവെക്കാൻ കഴിഞ്ഞില്ല. അവർ എത്തിയതോടെ ത്വലീഹയുടെയും മുസൈലമയുടെയും ശക്തിയിലും ബലത്തിലും വർധനവുണ്ടായി. പിന്നെ യമനിൽ ശത്രുത്വത്തിന്റെ ജ്വാലകളും വളരെ വ്യാപകമായി പടരാൻ തുടങ്ങി. ഏതായിരുന്നാലും എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ഇതാണ്, ഇവർ ശത്രുതയിലായിരുന്നു, യുദ്ധം ചെയ്തിരുന്നു. കേവലം ഏതെങ്കിലും വാദത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ആരുടെയെങ്കിലും വാദത്തിൽ ഈ യുദ്ധം ഉണ്ടായിട്ടില്ല. ശത്രുത്വത്തിന്റെ മറുപടി തന്നെയായിരുന്നു, യുദ്ധത്തിന് മറുപടിയായിരുന്നു.
സക്കാത്ത് നിഷേധികളിൽ വിജയം സാധിക്കുന്നതിലും ഹദ്റത്ത് അബൂബക്കറിന്റെ സാഹസികതയുടെ നിശ്ചയത്തിന്റെ സ്മരണയിൽ അബ്ദുല്ലാ ബിൻ മസ്ഊദ് പറയുന്നു, അവരുടെ ഒരു റിവായത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം ഞങ്ങൾ ഒരിടത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ അള്ളാഹു ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് മുഖേന ഞങ്ങളെ സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ നാശം ഉറപ്പായിരുന്നു. ഞങ്ങൾ എല്ലാ മുസ്ലിങ്ങളുടെയും ഏകീഭവിച്ച ഉറപ്പായിരുന്നു. ആലോചനയും സക്കാത്തിന്റെ ഒട്ടകങ്ങൾക്കായി മറ്റുള്ളവരോട് യുദ്ധം ചെയ്യില്ല. അള്ളാഹുവിന്റെ ആരാധനയിൽ നിമഗ്നരാവുന്നതാണ്. ഏതുവരെ എന്നാൽ നമുക്ക് പൂർണ്ണ വിജയം ലഭിക്കട്ടെ. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് സക്കാത്ത് നിഷേധികളോട് പോരാടാൻ നിശ്ചയിച്ചു. അദ്ദേഹം നിഷേധികളുടെ മുന്നിൽ കേവലം 2 കാര്യങ്ങളാണ് സമർപ്പിച്ചത്. മൂന്നാമതൊന്നില്ല. ഒന്നാമത്, അവർ തങ്ങൾക്കായി അപഹാസ്യം, താഴ്ച സ്വീകരിക്കുക. ഇത് സ്വീകാര്യമല്ലെങ്കിൽ നാടുവിടാനോ യുദ്ധത്തിനായോ തയ്യാറാകുക. തങ്ങൾക്ക് അപഹാസ്യം, താഴ്മ സ്വീകരിക്കുന്നതിന്റെ അർത്ഥം ഇതായിരുന്നു: അവർ അംഗീകരിക്കുന്ന അവരുടെ വധിക്കപ്പെട്ടവർ നരകവാസികളും ഞങ്ങളുടേത് സ്വർഗവാസികളുമെന്ന് അവർ നമുക്ക് നമ്മുടെ വധിക്കപ്പെട്ടവർക്കുള്ള പരിഹാര ധനം നൽകുക. ഞങ്ങൾ യുദ്ധം മുതൽ അവരിൽ നിന്ന് കരസ്ഥമാക്കിയത് തിരിച്ചു ചോദിക്കരുത്. എന്നാൽ അവർ ഞങ്ങളിൽ നിന്ന് വാങ്ങിയ സമ്പത്ത് അത് തിരികെ തരിക. നാടുകടലത്തിന്റെ ശിക്ഷ അനുഭവിക്കുന്നതിന്റെ അർത്ഥം പരാജിതരായവർ തങ്ങളുടെ പ്രദേശത്തു നിന്നും പുറപ്പെടുക, അങ്ങനെ ദൂരപ്രാന്തങ്ങളിൽ പോയി ജീവിക്കുക. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ഈ കാര്യത്തിൽ പറയുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിയോഗാനന്തരം ചില ഗോത്രങ്ങൾ സക്കാത്ത് നൽകുന്നതിന് നിരാകരിച്ചപ്പോൾ ഹദ്റത്ത് അബൂബക്കർ അവർക്കെതിരിൽ യുദ്ധം ചെയ്യുന്നതിനായി തയ്യാറായി. അപ്പോഴത്തെ അവസ്ഥ വളരെ സുതാര്യമായിരുന്നു. ഹദ്റത്ത് ഉമറിനെ പോലെയുള്ളവരുടെ അഭിപ്രായം അവരോട് മൃദുലമായി വർത്തിക്കണമെന്നാൽ ഹദ്റത്ത് അബൂബക്കർ മറുപടി നൽകി. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, അബൂഖഹാഫയുടെ പുത്രന്റെ എന്ത് കരുത്താണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആജ്ഞയെ ഇല്ലാതാക്കാനുള്ളത്. അള്ളാഹു ആണ് സത്യം. ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒട്ടകത്തെ കെട്ടുന്ന കയറാണ് സക്കാത്തായി നൽകിയിരുന്നതെങ്കിൽ ഞാൻ ആ കയറും ഇവരിൽ നിന്നും വാങ്ങിയിരിക്കും. അതിൽ അവർ സക്കാത്ത് നൽകുന്നതുവരെ വിശ്രമിക്കുകയില്ല. നിങ്ങൾ ഇക്കാര്യത്തിൽ എന്നോടൊപ്പം നിൽക്കുവാൻ കഴിയില്ലെങ്കിൽ, കൂട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ നിസ്സംശയം പോകൂ, ഞാൻ സ്വയം അവരോട് പോരാടും. എത്രമാത്രം അനുസരണ! ഹദ്റത്ത് മുസ്ലിം അരുളുന്നു, എത്രമാത്രം റസൂലിന്റെ വിധേയത്വമാണ്! വളരെ അപകടകരമായ അവസ്ഥയിലായിരുന്നിട്ടും അവരുടെ വലിയ അനുചരന്മാർ പോരാട്ടത്തിന് എതിരായ അഭിപ്രായം നൽകുന്നു. എന്നിട്ടും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആജ്ഞ പൂർത്തിയാക്കുന്നതിനായി എല്ലാവിധ അപകടങ്ങളും സഹിക്കുന്നതിന് തയ്യാറാകുന്നു. പിന്നെ ഹദ്റത്ത് മുസ്ലിം മൗഊദ് എഴുതിയിരിക്കുന്നു, ഹദ്റത്ത് അബൂബക്കറിന്റെ കാലത്ത് മുർത്തദീങ്ങളുടെ ഫിത്ന പരന്നപ്പോൾ കേവലം ഗ്രാമങ്ങളിൽ ബാജമാത്ത് നമസ്കാരം നിലനിന്നിരുന്നു. ഷാമിലേക്ക് സൈന്യം അയച്ചപ്പോഴും അവിടുന്ന് സക്കാത്ത് കൊടുക്കുന്നവരുടെ പേര് നിർദ്ദേശിച്ചു അയച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആരെങ്കിലും ഏതെങ്കിലും കയറാണ് കൊടുത്തിരുന്നതെങ്കിൽ അത് ഇപ്പോൾ തരുന്നില്ലെങ്കിൽ ഞാൻ വാളിന്റെ ശക്തിയാൽ വാങ്ങുന്നതാണ്. ഹദ്റത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ധൈര്യശാലി പ്രമുഖരും ഈ സമയത്ത് പ്രശ്നമുണ്ടാക്കേണ്ട സമയമല്ല എന്ന അഭിപ്രായം പറഞ്ഞു. സക്കാത്തിൽ ഊന്നൽ നൽകേണ്ട എന്ന ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വാക്ക് കേട്ടില്ല. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് സക്കാത്തിന്റെ എത്രമാത്രം പ്രാധാന്യതയാണ്. ഈ കാര്യത്തിൽ ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു വിവരിച്ചിരിക്കുന്നു, തന്റെ ഒരു പ്രസംഗത്തിൽ വിവരിച്ചിരിക്കുന്നു. അതിൽ തഖ്വയുടെ പദവികൾ വിവരിച്ചിരിക്കുന്നു. അതിൽ പറയുന്നത് എത്ര സ്ഥായിയായ ആണ് തഖ്വയുടേത്, അതിൽ സക്കാത്തിന്റെ എത്ര പ്രാധാന്യതയുണ്ട്. തഖ്വയിൽ ചരിക്കുന്നവർക്ക് ഇത് ആവശ്യമാണ്. തഖ്വയുടെ അവിടുന്ന് അഹമ്മദികളോടും ഇക്കാര്യം ഓർക്കേണ്ടതും സക്കാത്ത് എത്ര അത്യാവശ്യമാണോ അത് കൃത്യമായി സ്ഥാപിക്കേണ്ടതുമാണെന്ന് പറയുകയുണ്ടായി. മറ്റൊരിടത്ത് ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു അരുളുന്നു, ഒരു സുപ്രധാന പ്രശ്നം സക്കാത്തിൻ്റെതാണ്. സക്കാത്തിന്റെ പ്രശ്നം വിവരിച്ചുകൊണ്ട്, എന്നാൽ ജനങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ടില്ല. അല്ലാഹു തആല നമസ്കാരത്തിന് ശേഷം ഇതിന്റെ ആജ്ഞ നൽകിയിരിക്കുന്നു. ഹദ്റത്ത് അബൂബക്കർ പറയുന്നു, ഞാൻ സക്കാത്ത് കൊടുക്കാത്തവരോട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുഫാരിങ്ങളോട് വർത്തിച്ചിരുന്നത് പോലെ വർത്തിക്കുന്നതാണ്. അങ്ങനെയുള്ളവരുടെ പുരുഷന്മാർ അടിമകളാക്കപ്പെടുകയും അവരുടെ സ്ത്രീകൾ വെപ്പാട്ടികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗാനന്തരം എങ്ങനെയുള്ള അവസ്ഥ വന്നെന്നാൽ മക്ക, മദീനയും മറ്റൊരു പട്ടണവും അറബിയിലെ 3 പട്ടണങ്ങൾ അല്ലാതെ എല്ലാ പ്രദേശങ്ങളും മുർത്തദ്ദായി. ഹദ്റത്ത് ഉമർ നിർദ്ദേശിച്ചത് എന്തായാലും സക്കാത്തിന്റെ നിഷേധികളോട് സമരസപ്പെടുക. ആദ്യം മറ്റ് മുർത്തദീങ്ങളോട് യുദ്ധമാകട്ടെ, പതുക്കെ പതുക്കെ അവരെ സംസ്കരിച്ചെടുക്കാം. ആദ്യ ആവശ്യം കള്ളവാദികളുടെ പ്രവാചകത്വം തുടച്ചു നീക്കുക എന്നതാണ്. എന്തുകൊണ്ടെന്നാൽ അവരുടെ ഫിത്ന കഠിനമാണ്.
ഹദ്റത്ത് അബൂബക്കർ പറഞ്ഞു, ജനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയിരുന്നത് പോലെ ആട്ടിൻകുട്ടിയോ ഒട്ടകത്തിന്റെ കാലിന്റെ കയറോ തുല്യമായ സക്കാത്ത് തുകയോ ഇല്ലെങ്കിൽ ഞാൻ അവരോട് ദുഃഖം ചെയ്യും. നിങ്ങൾ ഉപേക്ഷിച്ചു പോകുക. വനത്തിലെ ക്രൂരമൃഗങ്ങളും മുർത്തദീങ്ങളിലൊപ്പം ചേർന്ന് ആക്രമിച്ചാലും ഞാൻ ഒറ്റക്ക് പോരാടും. ഇതും ഖിലാഫത്തിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ശരീഅത്ത് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള മുഴുവൻ പ്രയത്നങ്ങളും ചെയ്യേണ്ടതാണ്. ആ പ്രയത്നം കാലത്തിന്റെ ഖലീഫ ചെയ്യുന്നു. ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു മറ്റൊരിടത്ത് പറയുന്നു, മറ്റൊരു ആരോപണം ജനങ്ങൾ പറയുന്നതിന് അല്ലാഹു തആല മറുപടി 13 നൂറ്റാണ്ട് മുമ്പ് നൽകിയിരിക്കുന്നു. ജനങ്ങൾ പറയുന്നു, ആരോപിക്കുന്നവർ ഷാഹിർഹും ഫിൽ അംർ എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ളത് ആജ്ഞയാണ്. ഖിലാഫത്ത് എവിടെ നിന്ന് വന്നതാണ്? ഖിലാഫത്തിന് ഈ ആജ്ഞയില്ല. എന്നാൽ ഇവർ ഓർക്കേണ്ടത് ഹദ്റത്ത് അബൂബക്കർ ഖുദ് മിൻ അംവാലുക്കും സദഖത്തൻ എന്ന രീതിയിലുള്ള സക്കാത്തിന്റെ സംബന്ധിച്ച് വിമർശനം വന്നപ്പോൾ, അതായത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചത് ആജ്ഞയാണ്. ഇത് രണ്ട് ആജ്ഞ. അതെ, ഈ ആജ്ഞ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ്. ഇപ്പോൾ അവരില്ല, അതുകൊണ്ട് ആർക്കും സദഖകൾ സ്വീകരിക്കുവാനുള്ള അവകാശമില്ല. ആരാടാണോ വാങ്ങാൻ ആജ്ഞാപിച്ചിരുന്നത് അവർ വഫാത്തായി. അപ്പോൾ ഇതേ മറുപടി നൽകി. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നതാണ്. അതായത് ഹദ്റത്ത് അബൂബക്കർ ഇപ്പോൾ സംബോധകനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, ശരീഅത്ത് നിലനിൽക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ കാലത്തിന്റെ ഖലീഫയാണ് സംസാരിക്കുന്നത്. ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു ഇപ്പോൾ ആ സമയത്ത് മറുപടി സത്യമായിരുന്നെങ്കിൽ തീർച്ചയായും സത്യമായിരുന്നു. അതാണ് ഹദ്റത്ത് അബൂബക്കർ കൊടുത്ത മറുപടി. ശരിയാണ്, അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞാനാണ് സംസാരിക്കുന്നത്. ഈ രീതി എല്ലായ്പ്പോഴും ഖിലാഫത്തിനോടൊപ്പം ഉണ്ടാകും. ഇത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. പിന്നെ അവിടുന്ന് അരുളുന്നു, നിങ്ങളുടെ ആരോപണം ശരിയാണെങ്കിൽ അതിൽ ഖുർആൻ മജീദിന്റെ ധാരാളം ആജ്ഞകൾ കളയണം, നീക്കേണ്ടി വരും. ഇത് തുറന്ന വഴികേടാണ്. ഈ കാര്യങ്ങൾ അവിടുന്ന് ഒരു പ്രസംഗം ഖിലാഫത്തിന്റെ സ്ഥാനമാനങ്ങളെ കുറിച്ച് നടത്തുകയുണ്ടായി. പിന്നെ മറ്റൊരവസരത്തിൽ ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ആ ഹദ്റത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ധാരാളം പാവപ്പെട്ട മുസ്ലിങ്ങൾ മുർത്തദ്ദായി. ചരിത്രത്തിൽ വരുന്നത് കേവലം 3 സ്ഥലങ്ങളിൽ മാത്രം പള്ളികളിൽ ബാജമാഅത്ത് നമസ്കാരം നടന്നിരുന്നു. അതുപോലെ രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും സക്കാത്ത് കൊടുക്കുന്നതിനെ നിരാകരിച്ചിരുന്നു. പറയപ്പെടുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷം ആർക്കാണ് ഞങ്ങളിൽ നിന്ന് സക്കാത്ത് ചോദിക്കുവാനുള്ള അവകാശം? ഈ തരംഗം മുഴുവൻ അറബിയിലും വ്യാപിച്ചപ്പോൾ ഹദ്റത്ത് അബൂബക്കർ ഇങ്ങനെയുള്ളവരിൽ നമ്മൾ സമ്മർദ്ദം യുദ്ധത്തിൽ ആഗ്രഹിച്ചപ്പോൾ ഹദ്റത്ത് ഉമർ സഹാബാക്കൾ മറ്റ് സഹാബാക്കളും ഹദ്റത്ത് അബൂബക്കറിന്റെ അടുത്തെത്തി. മുമ്പും പറഞ്ഞതുപോലെ അവർ പറഞ്ഞു, ഇത് വളരെ സങ്കീർണ അവസ്ഥയാണ്. ഈ സമയം കുറച്ച് അശ്രദ്ധ വളരെ വലിയ നഷ്ടത്തിന് കാരണമായേക്കാം. അതുകൊണ്ട് ഞങ്ങളുടെ നിർദ്ദേശം ഇതാണ്, ഇത്ര വലിയ ശത്രുവിനെ നേരിടാതിരിക്കുക, സക്കാത്ത് കൊടുക്കാത്തവരോട് മൃദുവായി പെരുമാറുക. ഹദ്റത്ത് അബൂബക്കർ മറുപടി നൽകി, നിങ്ങളിൽ നിന്നും ഭയപ്പെടുന്ന വ്യക്തി ഇഷ്ടമുള്ളിടത്ത് പോകുക. അള്ളാഹുവാണ് സത്യം. നിങ്ങളിൽ നിന്നൊരാളും എൻ്റെ കൂടെ സഹായത്തിനില്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് ശത്രുവിനോട് നേരിടുന്നതാണ്. ശത്രു മദീനയിൽ കടന്ന് എൻ്റെ പ്രായപ്പെട്ടവരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വധിക്കുകയും സ്ത്രീകളുടെ ശവശരീരങ്ങൾ മദീനയുടെ വീഥികളിൽ വലിച്ചേക്കപ്പെടുകയും ചെയ്താലും യുദ്ധം ചെയ്യും. ഈ ഒട്ടകത്തിന്റെ കാലുകെട്ടുന്ന കയറ് മുമ്പ് കൊടുത്തിരുന്നത് പോലെ തരാൻ തയ്യാറാകുന്നത് വരെ നിർത്തുന്നതല്ല. അങ്ങനെ അവർ, അതായത് ഹദ്റത്ത് അബൂബക്കർ, ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ ധൈര്യത്തോടെ ഏറ്റുമുട്ടി അവസാനം വിജയിതരായി. എന്തൊക്കെയായാലും അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു, ഈ ജോലി ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം അഭിപ്രായം പറയുന്നവരോട് പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ കൂടെ നിന്നാലും ഇല്ലെങ്കിലും ഞാൻ സ്വയം ശത്രുവിനെ നേരിടും. ഏതുവരെ എന്നാൽ എൻ്റെ പ്രാണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യും. അതുകൊണ്ട് ഏതൊരു സമുദായത്തിലാണോ ദൃഢനിശ്ചയം ഉണ്ടാകുന്നത്, അവിടുന്ന് പറയുന്നു ഹദ്റത്ത് മുസ്ലിം മൗഊദ്, ഏതൊരു സമുദായത്തിലാണോ ദൃഢനിശ്ചയം ജനിക്കുന്നത് അവർ എല്ലാ മൈതാനങ്ങളിലും വിജയിക്കും. ശത്രു ഒരിക്കലും അവരുടെ മുന്നിൽ നിൽക്കില്ല. ഇതാണ് സമുദായ പുരോഗതിയുടെ രഹസ്യം. ഇതിനെ എപ്പോഴും ഓർമ്മ വയ്ക്കുക. മറ്റൊരിടത്ത് ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു അരുളുന്നു, റസൂൽ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷം സക്കാത്ത് വിഷയമായി എതിർപ്പിന്റെ കാരണത്താൽ അറബിൽ ആയിരക്കണക്കിന് ജനങ്ങൾ മുറത്തതായി. അപ്പോൾ മുസൈലമ മദീനയിൽ ആക്രമണം നടത്തി. അപ്പോൾ ഹദ്റത്ത് അബൂബക്കർ
ആ സമയത്തെ ഖലീഫക്ക് മുസ്ലിമെ 100,000 സൈന്യവുമായി ആക്രമിക്കുവാൻ വരികയാണെന്ന് അറിയിപ്പ് കിട്ടിയപ്പോൾ കുറച്ചു പേർ ഹദരത്ത് അബൂബക്കറിന് അഭിപ്രായം നൽകിയത് ഈ സമയത്ത് സങ്കീർണാവസ്ഥയിൽ കടന്നുപോകുന്നത് കൊണ്ട് സക്കാത്തിന്റെ പ്രശ്നത്തിൽ എതിർപ്പ് കാരണമായി ജനം മുർത്തദിന്റെ പാത സ്വീകരിക്കുകയാണ്. ഇവിടെ മുസൈലിമ ഒരു വലിയ സൈന്യവുമായി ആക്രമണ സജ്ജരാണ്. അതുകൊണ്ട് ഈ അവസ്ഥയെ മുന്നിൽ കണ്ട് തന്ത്രപരമായി താങ്കൾ സക്കാത്തിനെ ആവശ്യപ്പെടാതിരിക്കുക എന്നതാണ്, അവരോട് സമരസപ്പെടുക. ഹദരത്ത് അബൂബക്കർ ഈ അപായ സ്ഥിതിയെ തെല്ലും ഗൗനിക്കാതെ അഭിപ്രായം നൽകിയവരോട് പറഞ്ഞത്, നിങ്ങൾ എന്നോട് അള്ളാഹുവിന്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ആജ്ഞകൾക്കെതിരായി കാര്യങ്ങൾ അംഗീകരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണോ? സക്കാത്തിന്റെ ആജ്ഞ അള്ളാഹുവിന്റെയും അവന്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കൽപ്പനയാണ്, ഭാഗത്തു നിന്നുള്ളതാണ്. അതുകൊണ്ട് എന്റെ കർത്തവ്യമാണ് ഞാൻ അള്ളാഹുവും അവന്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ആജ്ഞകളുടെ സംരക്ഷണത്തിനായി കഴിയുന്നത്ര പ്രയത്നം ചെയ്യുമെന്ന് സഹാബ വീണ്ടും പറയുകയുണ്ടായി. പരിസ്ഥിതികളുടെ ആവശ്യം സമരസപ്പെടുക എന്നതാണ്. ഹദരത്ത് അബൂബക്കർ അരുളി, നിങ്ങൾ പോരാടാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, ശത്രുവിന്റെ മുമ്പിൽ അടരാടാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ പോകുക, നിങ്ങളുടെ വീടുകളിൽ പോയിരിക്കുക. അള്ളാഹു ആണ് സത്യം, ഞാൻ ശത്രുക്കളോട് ഒറ്റക്ക് പോരാടി ഏതുവരെ അവർ ഒട്ടകത്തിന്റെ കാല് കെട്ടുന്ന കയറെങ്കിലും സക്കാത്തിൽ തരുന്നില്ലയോ അതുപോലെ അവർ സക്കാത്ത് തരുന്നവരാക്കി തീർക്കുന്നതുവരെ അവരോട് ഉടമ്പടിയില്ല. ഹദരത്ത് മുസ്ലിം മതത്തിലാണ് പറയുന്നു, യഥാർത്ഥ വിശ്വാസത്തിന്റെ ലക്ഷണം ഇതാണ് വിശ്വാസം. ഈ വിശ്വാസം നമ്മളിൽ ഉണ്ടെങ്കിൽ നാം ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം എത്തിക്കുവാൻ കഴിയും, ഇൻഷാ അല്ലാഹ് വിജയികളാകും. പിന്നോട് മറ്റൊരിടത്ത് ഹദരത്ത് മുസ്ലിം മൗദൂദ് അരുളുന്നു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗാനന്തരം അറേബ്യയിലെ ഗോത്രങ്ങൾ ശത്രുത പുലർത്തി. അവർ സക്കാത്ത് നൽകുന്നതിന് നിരാകരിച്ചു. അവരും ഇതേ തെളിവാണ് നൽകിയിരുന്നത്. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാതെ മറ്റാർക്കും സക്കാത്ത് വാങ്ങാനുള്ള അധികാരം നൽകിയിട്ടില്ല. അതായത് അവർ പറയുന്നു, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് അള്ളാഹു പറയുന്നു, അല്ലയോ ഹദരത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട്, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ഇവരുടെ സമ്പത്തിന്റെ ഒരു ഭാഗം സക്കാത്ത് വാങ്ങുക. എവിടെയും വന്നിട്ടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം മറ്റാർക്കെങ്കിലും സക്കാത്ത് വാങ്ങാനുള്ള അധികാരമുള്ളതായിട്ട്. എന്നാൽ മുസ്ലിങ്ങൾ അവരുടെ ഈ തെളിവ് അംഗീകരിച്ചില്ല. വാസ്തവത്തിൽ അവിടെ പ്രത്യേകമായി റസൂലുള്ളാഹി തന്നെയാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ഏതായിരുന്നാലും ആ സമയത്ത് മുർത്തദായവർ അവരുടെ വലിയ തെളിവ് ഇതായിരുന്നു, സക്കാത്ത് വാങ്ങാനുള്ള അധികാരം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ മറ്റാർക്കുമില്ല. ഇതിനുള്ള കാരണം ഈ വഞ്ചനയായിരുന്നു. പിന്നെ വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ട ആജ്ഞകൾ എല്ലായ്പ്പോഴും പ്രാവർത്തികമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഈ ആജ്ഞകൾ പരിമിതപ്പെടുത്തിയിരുന്നു. എന്നാൽ അവിടുന്ന് പറയുന്നു, ഈ ചിന്ത തീർത്തും തെറ്റാണ്. വാസ്തവത്തിൽ ഏതുപോലെ നമസ്കാരം, നോമ്പ് തുടങ്ങിയ കൽപ്പനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവസാനിച്ചില്ല, അതുപോലെ സാമുദായിക ദേശീയ പദ്ധതികളുമായി ബന്ധപ്പെട്ട കൽപ്പനകൾക്കും അവിടുന്നിന്റെ വഫാത്തിനു ശേഷം അവസാനിച്ചില്ല. സമൂഹ നമസ്കാരത്തെ പോലെ ഒരു സമൂഹ ആരാധനയായ ഈ കൽപ്പനകളെ സംബന്ധിച്ചും എപ്പോഴും മുസ്ലിങ്ങളിൽ അവിടുന്നിന്റെ പിന്മുറക്കാരിലൂടെ അത് പ്രാവർത്തികമാക്കേണ്ടത് ആവശ്യമാണ്. മറ്റൊരവസരത്തിൽ ഹദരത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ഹദരത്ത് അബൂബക്കർ ഖലീഫയായി നിയമിതനായി. ആ സമയത്ത് മുഴുവൻ അറബും മുർത്തദ്ദായി. കേവലം മക്കയും മദീനയും ഒരു ചെറിയ പ്രദേശവും കൂടാതെ മുഴുവൻ ജനങ്ങളും സക്കാത്ത് കൊടുക്കുന്നതിൽ നിരാകരിച്ചു. പറയുകയുണ്ടായി, അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അരുളിയിരുന്നു, ഖുദ് മൻ അംവാലുഹും സദഖതൻ, അവരുടെ സമ്പത്തിൽ നിന്നും സദഖ വാങ്ങുക. ആർക്കും ഈ ഞങ്ങളിൽ നിന്നും സക്കാത്ത് വാങ്ങുവാനുള്ള അധികാരമില്ല. ചുരുക്കത്തിൽ മുഴുവൻ അറബ് മുർത്തദായി അവർ പോരാടാൻ പുറപ്പെട്ടു. കേവലം മുർത്തദാവുക മാത്രമല്ല, വഴക്കിനായി പുറപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇസ്ലാം ബലഹീനതമായിരുന്നു. എന്നാൽ അറബ് ഗോത്രങ്ങൾ വിവിധ തരത്തിൽ ആക്രമണം നടത്തുമായിരുന്നു. ചിലപ്പോൾ ഒരു കൂട്ടം ആക്രമിക്കുമായിരുന്നു, ചിലപ്പോൾ മറ്റൊന്ന്. അഹ്സാബ് യുദ്ധ സമയത്ത് നിഷേധി സൈന്യം ഒരുമിച്ചുകൂടി മുസ്ലിങ്ങളെ ആക്രമിച്ചപ്പോൾ ആ സമയം വരെ ഇസ്ലാം വളരെ ശക്തി പ്രാപിച്ചിരുന്നു. എന്നാൽ ഭാവിയിൽ ഒരു ആക്രമണ ഭീതി ഇല്ലാത്ത വിധം ശക്തി സംഭരിച്ചിരുന്നില്ല. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയിക്കുന്നതിനായി പോയപ്പോൾ ആ സമയത്ത് അറബിലെ ചില ഗോത്രങ്ങളും അങ്ങയുടെ സഹായത്തിനായി നിലനിന്നിരുന്നു. ഇങ്ങനെ ദൈവം പടിപടിയായി ശത്രുക്കളിൽ ആവേശം ജനിപ്പിച്ചു.
അങ്ങനെ മുഴുവൻ രാജ്യത്തും ആധിപത്യം സ്ഥാപിക്കുന്ന രീതിയിൽ ശക്തി പ്രാപിക്കരുത്. എന്നാൽ ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പെട്ടെന്ന് മുഴുവൻ അറബും മുർത്തദായി. കേവലം മക്കയും മദീനയും ഒരു ചെറിയ പ്രദേശവും ബാക്കിയായി. ബാക്കി മുഴുവൻ പ്രദേശങ്ങളിലെയും ജനങ്ങൾ സക്കാത്ത് കൊടുക്കുന്നതിന് നിരാകരിച്ചു. അവർ സൈന്യത്തോടുകൂടി പോരാടാനായി പുറപ്പെട്ടു. കേവലം സക്കാത്തിന്റെ നിഷേധ മാത്രമല്ല, സൈന്യവും തയ്യാറാക്കി പോരാട്ടത്തിനായി പുറപ്പെട്ടു. ചിലയിടങ്ങളിൽ അവരുടെ പക്കൽ ഓരോരോ ലക്ഷത്തിന്റെ സൈന്യമുണ്ടായിരുന്നു. ഇവിടെ കേവലം 10,000 ഒരു സൈന്യമായിരുന്നു. അതും ഷാമിലേക്ക് പോകുകയായിരുന്നു. ഇത് തന്റെ വഫാത്തിന്റെ അടുത്ത് റൂമി പ്രദേശത്ത് ആക്രമണത്തിനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറാക്കിയ സൈന്യമായിരുന്നു. ഉസാമ ഇതിന്റെ ഓഫീസറായി നിയമിതനായിരുന്നു. ബാക്കിയുണ്ടായിരുന്ന ജനങ്ങൾ ബലഹീനരായിരുന്നു, അല്ലെങ്കിൽ വൃദ്ധരായിരുന്നു, അല്ലെങ്കിൽ എണ്ണത്തിൽ കുറഞ്ഞ ചില യുവാക്കളായിരുന്നു. ഈ അവസ്ഥ കണ്ടിട്ട് സ്വഹാബികൾ കരുതി ഈ ശത്രുതയുടെ സമയത്ത് ഉസാമയുടെ സൈന്യവും പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ മദീനയുടെ സംരക്ഷണത്തിനായി സാധനങ്ങളൊന്നുമില്ല, ഉണ്ടാകുകയില്ല. അതുകൊണ്ട് മുതിർന്ന സഹാബാക്കൾ ഈ കൂട്ടം ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിൽ ഹാജരായി മുൻപ് വിവരിച്ചതുപോലെ പറഞ്ഞു, കുറച്ചു കാലത്തേക്ക് ഈ സൈന്യം തടയുക. ശത്രുത്വം തണുക്കുമ്പോൾ പിന്നെ നിസ്സംശയം അയക്കാവുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഇത് അയക്കുന്നത് അപകടത്തിൽ കുറഞ്ഞതല്ല. ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു വളരെ കോപത്തിന്റെ അവസ്ഥയിൽ അരുളുകയുണ്ടായി, നിങ്ങൾ ആഗ്രഹിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അബൂ ഖഹാഫയുടെ പുത്രൻ ഏറ്റവും ആദ്യം പ്രവർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കാൻ കൽപ്പിച്ചിരുന്ന സൈന്യത്തെ തടയലാണോ? ഏതായിരുന്നാലും അവിടുന്ന് പറഞ്ഞു, ഏതായിരുന്നാലും ഇത് പുറപ്പെടും. ഞാൻ ഈ സൈന്യത്തെ തീർച്ചയായും യാത്രയാക്കും. ഏതൊന്നാണോ യാത്രയാക്കുന്നതിനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരുന്നത്. നിങ്ങൾ ശത്രുക്കളുടെ സൈന്യത്തെ ഭയക്കുന്നുവെങ്കിൽ നിസ്സംശയം എന്നെ കൈവിടുക, ഞാൻ ഒറ്റക്ക് ശത്രുവിനെ നേരിടും. ഇത് അവിടുന്ന് ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു അറിയുന്നു. ഇത് യാബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ ഇവിടെ സത്യത്തിന്റെ വലിയ തെളിവാണ്. അതായത് ഇവർ എന്റെ ആരാധന നടത്തും, വിശ്വാസി, പിന്നെ എന്നോടൊപ്പം ആരെയും പങ്കുചേർക്കില്ല. അതായത് ഖിലാഫത്തിൽ നിലനിൽക്കുന്നവർ അല്ലെങ്കിൽ ഖിലാഫത്തിനോട് ചേർന്ന് നിൽക്കുന്നവർ. ഈ അവസ്ഥ ഖിലാഫത്ത് വ്യവസ്ഥിതിയോട് കൂടിയുള്ളതാണ്, അതിനോടൊപ്പം ഉണ്ടാകും. പിന്നീട് അവിടുന്ന് പറയുന്നു, രണ്ടാമത്തെ പ്രശ്നം സക്കാത്തിൻ്റെതായിരുന്നു. സഹാബാക്കൾ വിന്നപിക്കുകയുണ്ടായി, താങ്കൾ സൈന്യം തടയുന്നില്ലെങ്കിൽ കേവലം ഇത്രമാത്രമെങ്കിലും ചെയ്യുക. അതായത് അവരോട് താൽക്കാലിക ഉടമ്പടി ചെയ്ത് പറയുക, ഞങ്ങൾ ഈ കൊല്ലം നിങ്ങളോട് സക്കാത്ത് വാങ്ങുകയില്ല. ഈ കാലയളവിൽ അവരുടെ ആവേശം തണുക്കുകയും ഭിന്നിപ്പ് മായ്ച്ചു കളയുന്നതിന് എന്തെങ്കിലും വഴി ഉണ്ടാക്കുകയും ചെയ്യാം. എന്നാൽ ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അരുളുന്നു, ഒരിക്കലും ഞാൻ അങ്ങനെ ആവില്ല, ഇക്കാര്യം അംഗീകരിച്ചില്ല. അതിൽ സഹാബ പറഞ്ഞു, എന്നാൽ ഉസാമയുടെ സൈന്യവും പോകുകയും അവരോട് താൽക്കാലിക ഉടമ്പടി ചെയ്തില്ലെങ്കിൽ പിന്നെ ശത്രുക്കളോട് ആരേറ്റുമുട്ടും? മദീനയിൽ ഇപ്പോൾ ഈ വൃദ്ധരും ബലഹീനരുമാണ്, പിന്നെ കേവലം കുറച്ച് യുവാക്കളാണുള്ളത്, അവരെ ലക്ഷങ്ങൾ എങ്ങനെ നേരിടും? ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു മറുപടി നൽകി, അല്ലയോ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് അവരോട് ഏറ്റുമുട്ടാൻ കഴിയില്ലെങ്കിൽ അബൂബക്കർ ഒറ്റക്ക് അവരോട് പൊരുതാൻ പുറപ്പെടും. ഈ വാദം ഹദ്റത്ത് മുസ്ലിം അറിയുന്നു, ഈ വാദം യുദ്ധപ്രാവീണ്യം അധികമില്ലാതിരുന്ന ഒരു വ്യക്തിയുടേതായിരുന്നു. അവരെ കുറിച്ച് സാധാരണ കരുതുന്നത് അദ്ദേഹം ബലഹീന ഹൃദയമുള്ളവനാണെന്നാണ്. പിന്നെ ഈ ധൈര്യം, ഈ സാഹസം, ഈ ഉറപ്പ്, ഈ ആവേശം ഇവരിൽ എങ്ങനെ ജനിക്കുന്നു? ഇക്കാര്യത്തിൽ നിന്നും ഉറപ്പ് ലഭിക്കുന്നു. അതായത് അവർ അബൂബക്കർ മനസ്സിലാക്കിയിരുന്നു, ഞാൻ ഖിലാഫത്തിന്റെ പദവിയിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് നിൽക്കുകയാണ്. അവൻ വിജയിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം തരും, അവൻ തരുന്നില്ലെങ്കിൽ മുഴുവൻ സൈന്യവും ഒന്നിച്ചാലും ലഭിക്കില്ല. ഹദ്റത്ത് അബൂബക്കറിന്റെ തീരുമാനം എത്ര നല്ല ഫലമാണ് ഉണ്ടാക്കിയത്. ഇക്കാര്യത്തിലും ഹദ്റത്ത് മുസ്ലിം എഴുതുന്നു, അതായത് ഹദ്റത്ത് അബൂബക്കർ സഹാബാക്കളുടെ ഇഷ്ടത്തിനെതിരായി ഹദ്റത്ത് ഉസാമ ബിൻ സയ്യിദിനെ സൈന്യത്തോടൊപ്പം മോത്തയിലേക്ക് യാത്രയാക്കി. അങ്ങനെ 40 ദിവസ ശേഷം ഈ ഉദ്യമം തന്റെ പ്രവൃത്തി പൂർത്തിയാക്കി വിജയശ്രീലാളിതരായി മദീന തിരിച്ചു വന്നു. അങ്ങനെ അള്ളാഹുവിന്റെ സഹായവും വിജയവും വർഷിക്കുന്നത് ഏവരും തങ്ങളുടെ നയനങ്ങൾ കൊണ്ട് ദർശിക്കുകയുണ്ടായി. പിന്നെ ഈ ഉദ്യമത്തിന് ശേഷം ഹദ്റത്ത് അബൂബക്കർ കള്ളവാദികളുടെ ഫിത്നയിലേക്ക് ശ്രദ്ധിക്കുകയുണ്ടായി.
ഈ ഫിത്നയെ എങ്ങനെയെല്ലാം മുനയൊടിച്ചെന്നാൽ ധൂളീകരിക്കുകയുണ്ടായി. അങ്ങനെ ആ ഫിത്ന തീർന്നു, നാമാവശേഷമായി. പിന്നീട് ഇതേ അവസ്ഥ മുർത്തദീങ്ങളുടേതായി. മുതിർന്ന സഹാബാക്കളും എതിർത്തിരുന്നതാണ്. ഇവർ തൗഹീദും റിസാലത്തിലും അംഗീകരിക്കുന്നവരാണ്. കേവലം സക്കാത്ത് തരുന്നത് നിരാകരിക്കുന്നതിനാൽ അവരുടെ മേൽ എങ്ങനെയാണ് വാളെടുക്കുന്നത്? എന്നാൽ ഹദ്റത്ത് അബൂബക്കർ വളരെ ധൈര്യത്തോടെ സാഹസത്തോടെ പ്രവർത്തിച്ചുകൊണ്ട് പറഞ്ഞു, അഥവാ ഇന്ന് സക്കാത്ത് കൊടുക്കാതിരിക്കുവാനുള്ള അനുവാദം നൽകിയാൽ പതുക്കെ പതുക്കെ ഇവർ ജനങ്ങൾ നമസ്കാരം, നോമ്പ് തുടങ്ങിയവ ഉപേക്ഷിക്കും. കേവലം ഇസ്ലാം നാമം മാത്രമേ അവശേഷിക്കും. ആയതിനാൽ ഈ അവസ്ഥയിൽ ഹദ്റത്ത് അബൂബക്കർ സക്കാത്ത് നിഷേധികളെ ഏറ്റവും മുട്ടി പര്യവസാനവും ഇതായിരുന്നു. ഈ മൈതാനത്ത് അദ്ദേഹത്തിന് വിജയവും സഹായവും ലഭിച്ചു. തെറ്റിപ്പിരിഞ്ഞവർ എല്ലാവരും നേർമാർഗത്തിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ ഈ പരമ്പര തുടരുകയാണ്. ഇൻഷാ അല്ലാ തുടർന്ന് വിവരിക്കുന്നതാണ്. ഞാൻ എല്ലായ്പ്പോഴും ആഹ്വാനം ചെയ്യാറുള്ളത് പോലെ ഇക്കാലത്ത് ലോകത്തിന്റെ അവസ്ഥകൾക്കായി ദുആകൾ ചെയ്തുകൊണ്ടിരിക്കുക, അതിൽ കുറവ് വരുത്തരുത്. പ്രത്യേകിച്ച് ലോകം തന്റെ സൃഷ്ടികർത്താവിനെ തിരിച്ചറിയുന്നവരായി തീരണം എന്ന ദുആ ചെയ്യുക. ഇതേ ഒരു പ്രതിവിധിയാണ് ലോകത്തെ നാശത്തിൽ നിന്നും രക്ഷിക്കുന്നതിനുള്ളത്. അല്ലാഹു തആല കരുണ കാണിക്കുമാറാകട്ടെ, നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ ഇന്നൊരു പരേതനെ സ്മരിക്കുകയാണ്. ജുമാക്ക് ശേഷം ജനാസ നമസ്കരിപ്പിക്കുന്നതാണ്. ഇത് ആദരണീയ ബഹുമാന്യ മൗലാന മുഹമ്മദ് നദീർ സാഹിബ് ജാമിയ കാനഡയിലെ പ്രിൻസിപ്പളായിരുന്നിട്ടുണ്ട്. മുബല്ലിഗ് ഇൻചാർജ് കാനഡ ആയിരുന്നിട്ടുണ്ട്. മാർച്ച് 8 ഇത് വഫാത്തായി. 87 വയസ്സായിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു തആലയുടെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. വളരെ നിസ്വാർത്ഥനും അല്ലാഹുവിൽ തവക്കൽ ചെയ്യുന്നവരും ദുആശീലമുള്ളയാളും സംതൃപ്തനുമായിരുന്നു. വലിയ സ്വാത്വിക സ്വഭാവമുള്ള ആളായിരുന്നു. അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും യഥാർത്ഥ സ്വാത്വികനെ കാണുന്നത് പോലെ അനുഭവപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബ വിവരണത്തെ കുറിച്ച് പറയുന്നതാണ്. മാതാപിതാക്കൾ വിജയശ്രീലാളിതനായ മുബല്ലിഗ് മൗലാന നദീർ അഹമ്മദ് അലി സാഹിബിന്റെയും ആദരണീയ ആമിന ബിഗം സാഹിബയുടെയും രണ്ടാമത്തെ സന്താനമായിരുന്നു. ഇങ്ങയുടെ കുടുംബത്തിൽ അഹമ്മദത്തിന്റെ ആഗമനം ഇദ്ദേഹത്തിന്റെ ഉപ്പാപ്പ ഹദ്റത്ത് ബാബു ഫക്കീർ അലി സാഹിബിന്റെ ലൂടെയാണ്. അവർക്ക് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈകളിൽ ബയ്യത്ത് ചെയ്തിരുന്നു അദ്ദേഹം. അതിനുശേഷം ഖാദിയാനിൽ ആദ്യ സ്റ്റേഷൻ മാസ്റ്ററായി നിയമിതനായി. ഖാദിയാനിൽ അദ്ദേഹത്തിന്റെ ഉപ്പാപ്പയുടെ ഭവനവും ഉണ്ടായിരുന്നു. ഫക്കീർ മൻസിൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. മൗലാന മുഹമ്മദ് നദീർ സാഹിബിന്റെ പിതാവ് ഹദ്റത്ത് മൗലാന നദീർ അലി സാഹിബ് ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം 1929 ആദ്യം ഘാനയിൽ സേവനത്തിന് തൗഫീക്ക് കിട്ടി. പിന്നീട് അദ്ദേഹത്തിന് നിയമനം സിറാലിയോണിലായി. 1943 അദ്ദേഹത്തിന്റെ പിതാവ് ഹദ്റത്ത് മൗലാന നദീർ അലി സാഹിബ് സിറാലിയോണിൽ തിരിച്ചു പോവുകയായിരുന്നു. അപ്പോൾ മുബാറക് നബീർ സാഹിബും തന്റെ മാതാവിനോടൊപ്പം സിറാലിയോണിലേക്ക് യാത്രയായി. ഈ യാത്രയിൽ ഒരു വിശ്വാസവർദ്ധക സംഭവം ഉണ്ടായി. അത് മുബാറക് നദീർ സാഹിബ് വിവരിക്കുന്നു. ഈ യാത്ര 3 മാസത്തേതായിരുന്നു, കപ്പൽ മുഖാന്തരം. ആ സമയത്ത് മുഹമ്മദ് നദീർ അഹമ്മദ് സാഹിബിന്റെ വയസ്സ് 11 ആയിരുന്നു. യാത്രയിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം മോശമായി. രോഗത്തിന്റെ പ്രഭാവം വെളിപ്പെടാൻ തുടങ്ങി. ജീവൻ നിലനിൽക്കുകയില്ല എന്ന അവസ്ഥയിലായി. കപ്പൽ യാത്രയായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ കപ്പലിൽ കയറാൻ തുടങ്ങിയപ്പോൾ, അതോ കപ്പൽ മാറിയോ, ആ സമയത്ത് കയറാൻ തുടങ്ങിയപ്പോൾ, ഇത് യാത്രയുടെ മുമ്പുള്ള കാര്യമാണ്. ഏതായിരുന്നാലും കപ്പലിൽ കയറുന്നതിന് മുമ്പ് ഇദ്ദേഹം രോഗിയായിരുന്നു. കപ്പലിന്റെ ബന്ധപ്പെട്ടവർ ഇദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ട് ഇദ്ദേഹത്തിന്റെ പിതാവിനോട് പറഞ്ഞു, താങ്കളുടെ പുത്രൻ രോഗിയാണ്, ഏതാണ്ട് തീർന്ന പോലെയാണ്. യാത്രക്കിടയിൽ മരണപ്പെട്ടാൽ ഞങ്ങളുടെ പക്കൽ മൃതശരീരം സൂക്ഷിക്കുന്നതിനായി ശീതീകരിച്ച മുറിയൊന്നുമില്ല, സംവിധാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകില്ല താങ്കളുടെ ഈ കുട്ടി കാരണത്താൽ. മൗലാന സാഹിബ് നിർബന്ധം ചെലുത്തി. എനിക്ക് ഖലീഫ സാനിയുടെ കൽപ്പനയാണ്, ഞാൻ എന്തായാലും ഈ കപ്പലിൽ യാത്ര ചെയ്യണം. പിന്നെ കപ്പലിന്റെ ബന്ധപ്പെട്ടവരുടെ ഒരു നിബന്ധനയോടുകൂടി അവരെ കപ്പലിൽ കയറ്റുന്നതിന് അനുവദിച്ചു. അത് ഇവരുടെ മകൻ യാത്രക്കിടയിൽ മരണപ്പെട്ടാൽ മൃതശരീരം സമുദ്രത്തിൽ എറിയുന്നതിനുള്ള അനുവാദം എഴുതി നൽകുക. ഈ നിബന്ധന ക്യാപ്റ്റൻ പറഞ്ഞപ്പോൾ മുബാറക് അദിൽ സാഹിബിന്റെ മാതാവ് വിതുമ്പാൻ തുടങ്ങി, ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. മൗലാന നദീർ സാഹിബിനോട് പറഞ്ഞു, ഇത് നമ്മുടെ മകനാണ്, വേറെ ഏതെങ്കിലും കപ്പലിൽ പോകാം. മൗലാന നദീർ അഹമ്മദ് സാഹിബ് തന്റെ ഭാര്യയെ സമാശ്വസിപ്പിച്ചു.
ഞാനൊരു മുബല്ലിഗാണ്. ഹസ്രത്ത് സാഹിബ് ഖലീഫ സാഹിബ് ഒരു ഉത്തരവാദിത്തോടു കൂടി അയച്ചതാണ്. എനിക്ക് എന്തറിയാം ഇനി ഒരു കപ്പൽ എപ്പോഴാണ്. നീ ആശ്വസിക്കുക. ഭാര്യയോട് പറഞ്ഞു, നീ ആശ്വസിക്കുക, മുബാറക്കിനൊന്നും സംഭവിക്കുകയില്ല. ഇത് പറഞ്ഞുകൊണ്ട് കപ്പലിന്റെ കപ്പിത്താനോട് ഉറച്ച വിശ്വാസത്തിന്റെ ശൈലിയിൽ പറഞ്ഞു, കൊണ്ടുവരിക കടലാസ്, എവിടെയാണ് ഒപ്പിടേണ്ടത്. പിന്നെ കപ്പിത്താനോട് പറഞ്ഞു, ഇവൻ മരിക്കുകയാണെങ്കിൽ ഇവനെ സമുദ്രത്തിൽ എറിഞ്ഞുകൊള്ളുക. എന്നാൽ ഇതുകൂടി നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഇവനൊന്നും സംഭവിക്കുകയില്ല. ഇത് അദ്ദേഹത്തിന്റെ പിതാവിന് അള്ളാഹുവിൽ ഉണ്ടായിരുന്ന തവക്കലാണ്. ഞാനൊരു വഖഫെ ജിന്ദഗിയാണ്. അവന്റെ ദീനിന്റെ പ്രചാരണത്തിനായി പുറപ്പെട്ടതാണ്. അള്ളാഹു തീർച്ചയായും ഞങ്ങളെ സഹായിക്കുന്നതാണ്, എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതാണ്. അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആ 11 വയസ്സുണ്ടായിരുന്ന കുട്ടി ജീവിച്ചിരിക്കുക മാത്രമല്ല 87 വയസ്സ് വരെ ജീവിച്ച് ഇസ്ലാം അഹമ്മദത്തിന്റെ സേവനത്തിന് തൗഫീഖ് ലഭിച്ചു. തന്റെ പൂർവികരുടെ കാലടികളെ പിന്തുടർന്ന് തന്റെ ജീവിതം അർപ്പിക്കുകയും അതിനുള്ള അനുഗ്രഹവും കിട്ടി. ദീനി സേവനത്തിന്റെ മൈതാനത്ത് സ്വയം തവക്കലുൽ അല്ലാഹയുടെ ഉന്നത മാതൃകകൾ നിലനിർത്തുകയുണ്ടായി. ഇദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം, ഇദ്ദേഹം ഗ്രാജുവേഷൻ ചെയ്തതിനു ശേഷം ഇദ്ദേഹത്തിന് സർക്കാരി തലത്തിൽ നല്ല ഉദ്യോഗവും ലഭിച്ചിരുന്നു. അവിടെയും കുറച്ചു കാലം ജോലി ചെയ്തു. പിന്നീട് ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ആഹ്വാനം, അൽ ഫദ്ലിൽ വിളംബരം വായിച്ചു. വഖഫ് ചെയ്യുക, വഖഫ് ആർജി ആണെങ്കിലും ചെയ്യുക. അങ്ങനെ തന്റെ ജോലി രാജിവെച്ച് തന്നെ വഖഫ് ആർജിക്കായി സമർപ്പിച്ചു ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ സമക്ഷത്തിൽ. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ നിർദ്ദേശാടിസ്ഥാനത്തിൽ 1963 ആദ്യമായി വഖഫ് ആർജിക്കായി സിറാലിയോണിൽ പോകുകയുണ്ടായി. അവിടെ ഒരു നീണ്ടകാലം അവരുടെ പിതാവ് ഹദ്റത്ത് മൗലാന നദീർ അലി സാഹിബിന് സേവനം ചെയ്യുവാനുള്ള അനുഗ്രഹം കിട്ടിയിരുന്നു. അദ്ദേഹത്തിന്റെ കബറിടവും അവിടെയാണ്. മൗലവി നദീർ അലി സാഹിബിന് അവിടെയാണ് കബറടക്കപ്പെട്ടത്. സിറാലിയോണിൽ എത്തിയതോടുകൂടി ഏറ്റവും അധികം തന്റെ പിതാവിന്റെ കബറിടയിൽ ഹാജരായി. ആ സമയത്ത് അദ്ദേഹം തന്റെ പിതാവിന്റെ വാക്കുകൾ ഓർമ്മിച്ചു. അതായത് ആദരണീയ മൗലാന മുനീർ അഹമ്മദ് സാഹിബ് 26 നവംബർ 1945 തന്റെ ഹൃദയംഗമമായ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നത്, അദ്ദേഹം പറഞ്ഞത്, ഇന്ന് നാം അള്ളാഹുവിന് വേണ്ടി ജിഹാദ് ചെയ്യുന്നതിനും ഇസ്ലാമിനെ പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പോവുകയാണ്. മരണം മനുഷ്യന്റെ ഒപ്പമുണ്ട്. നമ്മിൽ ആരെങ്കിലും മരണമടഞ്ഞാൽ നിങ്ങൾ ലോകത്തിന്റെ ദൂരപ്രധാന ഭാഗത്താണെന്ന് കരുതരുത്. എവിടെയെങ്കിലും കുറച്ച് ഭൂമി നിങ്ങൾ കരുതേണ്ടത് ലോകത്തിന്റെ എത്ര ദൂരത്തുള്ള ഭാഗത്താണെങ്കിലും അതിനുവേണ്ടി ഈ ഭൂമിയിൽ നാം ഖബറുകളുടെ രൂപത്തിൽ ആധിപത്യം സ്ഥാപിക്കേണ്ടി വരും. പറയുന്നത് ഇതാണ്, കുറച്ച് സ്ഥലമേ ഉള്ളൂ അഹമ്മദികളുടേത്. അവിടെ ഒരു അഹമ്മദി മൂപ്പകളുടെ ഖബറുണ്ട്. ആ ഖബർ കാരണമായി ആ ഭൂമിയിൽ അതിന്റെ ആധിപത്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഖബറുകൾ മൂലമായി ഇതേ ആവശ്യമായിരിക്കും തങ്ങളുടെ കുട്ടികൾക്ക് ഈ രീതിയിൽ ട്രെയിനിങ് നൽകുക. ഏതൊരു ലക്ഷ്യത്തിനാണോ നമ്മുടെ ജീവൻ ചെലവഴിക്കുന്നത് അത് പൂർത്തിയാകട്ടെ. അങ്ങനെ തന്റെ പിതാവ് സ്വാത്വികതയുടെ വസിയത്ത് പൂർത്തിയാക്കിക്കൊണ്ട് മൗലാന മുബാറക് നദീർ സാഹിബ് അവിടെ എത്തി തന്റെ പിതാവിന്റെ ഖബറിൽ ഹാജരായി പറഞ്ഞു, ലബൈക്ക്, ഞാൻ ഹാജരാണ്. താങ്കളുടെ വിളിക്ക് ഉത്തരം നൽകുന്നതിനായി വന്നിരിക്കുകയാണ്. സിറാലിയോണിന്റെ വിവിധ പ്രദേശങ്ങളിൽ അവർക്ക് സേവനത്തിന് തൗഫീഖ് ലഭിച്ചു. അതിനുശേഷം ഖലീഫത്തുൽ മസീഹ് റാബിന്റെ നിർദ്ദേശത്തിൽ 1985 പാകിസ്ഥാനിലേക്ക് പോന്നു. 1985 തിരിച്ച് ആഫ്രിക്കയിൽ നിന്ന് വന്നപ്പോൾ പിന്നെ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് 4-ാമന്റെ സമക്ഷത്തിൽ അദ്ദേഹം ആർസി അല്ലാതെ സ്ഥിരമായി ജീവിതം വഖഫ് ചെയ്യാനുള്ള അപേക്ഷ നൽകി. ഉസൂർ സ്വീകരിച്ചു. പിന്നെ 1988 ഇദ്ദേഹത്തെ മുബല്ലിഗായി കാനഡ അയച്ചു. അവിടെ പല സ്ഥലങ്ങളിൽ മുബല്ലിഗായി സേവനം ചെയ്തു. 2003 ജാമിയ കാനഡ തുറക്കുന്നതിന് തീരുമാനം വന്നപ്പോൾ അമീറിന്റെ അനുവാദം ഖലീഫത്തുൽ മസീഹ് 4-ാമൻ നൽകിയിരുന്നു. അപ്പോൾ പ്രിൻസിപ്പളായി ഇദ്ദേഹത്തെ നിയമിച്ചിരുന്നു. എന്നാൽ ജാമിയ തുറന്നിരുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതകാലത്തിന് ശേഷം എന്റെ കാലത്ത് തുറന്നപ്പോൾ ഇദ്ദേഹത്തെ പിന്നെ ഞാൻ അതിനെ വിശാലമാക്കി. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് ഇദ്ദേഹത്തെ പ്രിൻസിപ്പളായി നിയമിച്ചിരുന്നു. അത് തന്നെ ആക്കി. ഏതായിരുന്നാലും ഇദ്ദേഹം ആദ്യ പ്രിൻസിപ്പളാണ് ജാമിയ കാനഡയുടെ. പിന്നെ 2009 വരെ അദ്ദേഹം ജാമിയയിൽ സേവനം പ്രിൻസിപ്പളായി ചെയ്തു.
2010 മിഷണറി ഇൻചാർജ് കാനഡയുടെ സേവനത്തിനായി ഇദ്ദേഹത്തെ നിയമിച്ചു. പിന്നെ 2018 വരെ ഇദ്ദേഹത്തിന് പൂർണ്ണ സേവനത്തിന് തൗഫീക്ക് ലഭിച്ചു. മൊത്തം സേവനകാലം നീണ്ട 59 വർഷമാണ്. ഇദ്ദേഹത്തിന്റെ ആർജ് വഖഫും സ്ഥിരവഖഫായിരുന്നു. ഇങ്ങനെ മൗലാന സാഹിബിന് കേന്ദ്ര പ്രതിനിധിയായിക്കൊണ്ട് വിവിധ ജലസകളിലും പരിപാടികളിലും പങ്കെടുക്കുന്നതിനും തൗഫീക്ക് ലഭിച്ചു. ഇദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഏവരും ഇഷ്ടപ്പെട്ടിരുന്നു, വളരെ പ്രഭാവം ചെലുത്തിയിരുന്നു, കേൾവിക്കാരെ തന്നിലേക്ക് ആകർഷിക്കുന്നവയായിരുന്നു. 2016 അദ്ദേഹം എന്റെ പ്രാതിനിധ്യത്തിൽ നൂർ ആശുപത്രിയുടെ തറക്കല്ല് വയ്ക്കുന്നതിനും തൗഫീക്ക് കിട്ടി. പിന്നെ ഇദ്ദേഹത്തിന് തബ്ലീഗ് ഉപന്യാസങ്ങൾ പ്രസിദ്ധീകരിക്കുമായിരുന്നു. നാഷണൽ ന്യൂസ് കാനഡയുടെ ടൊറന്റോ സ്റ്റാർ, അട്ടോവ സ്ട്രീസ്, സിറ്റിസൺ തുടങ്ങിയ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുമായിരുന്നു. മൗലാന മുബാറക് നദീർ സാഹിബിന് ഹസ്രത്ത് മഷ്റത്ത് ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങൾ തജല്ലത്തെ ഇലാഹിയ, ഫതഹ് ഇസ്ലാമിന്റെ ഇംഗ്ലീഷ് തർജ്ജമ ചെയ്യുവാനുള്ള അനുഗ്രഹം ലഭിച്ചു. ഖലീഫത്തുൽ മസീഹ് 4ാമന്റെ ഒരു പുസ്തകത്തിന് തർജ്ജമയും ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ സംതൃപ്ത കുടുംബാംഗങ്ങളിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ അഹമ്മദുൽ ഹഫീസ് നദീർ സാഹിബയും 3 ആൺമക്കളും 2 പെൺമക്കളുമാണുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ ധാരാളം പ്രത്യേകതകളുള്ള സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. ഒരു മാതൃക വാഖഫെ ജിന്ദഗി, മുറബിമാർക്ക് പ്രത്യേകിച്ച് ഒരു മാതൃകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ ജീവിതം ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുന്നതിന്റെ ഒരു പ്രാവർത്തിക രൂപമായിരുന്നു. എല്ലായ്പ്പോഴും ജമാഅത്തിന്റെ സേവനത്തിൽ, കാലത്തിന്റെ ഖലീഫയുടെ അനുസരണത്തിൽ തന്റെ ദൃഷ്ടി പതിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ പ്രസംഗകലയിൽ പ്രാവീണ്യമുണ്ടായിരുന്നു. ഉറുദു, ഇംഗ്ലീഷ് 2 ഭാഷകളും വളരെ നല്ല പരിജ്ഞാനമുണ്ടായിരുന്നു. വളരെ ആകർഷകമായ പ്രസംഗങ്ങളായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യ എഴുതുന്നു, അമത്തുൽ ഹഫീസ് സാഹിബ, അതായത് മുഴു ജീവിതവും വളരെ നന്മയിൽ ഭയഭക്തിയോടുകൂടി അദ്ദേഹം കഴിച്ചുകൂട്ടി. ജമാഅത്തിന്റെ ഓരോരോ പൈസയുടെയും വില മനസ്സിലാക്കിയിരുന്നു. തന്റെ ജീവിതം വളരെ സാധാരണ രീതിയിൽ കഴിച്ചുകൂട്ടി. സിറാലിയോൺ വിട്ടതിന് ശേഷവും അവിടുത്തെ ധാരാളം പാവപ്പെട്ടവർക്ക് സ്ഥിരമായി രഹസ്യമായി സഹായം ചെയ്തിരുന്നു. പറയുന്നു, ഒരു നല്ല വാഖഫെ ജിന്ദഗിയോടൊപ്പം തന്നെ വളരെ നല്ല ഭർത്താവും വളരെ ദയാലുവും കരുണാർദ്രനുമായ പിതാവുമായിരുന്നു എന്നതിന് ഞാൻ സാക്ഷിയാണ്. എപ്പോഴും ജമാഅത്ത് എന്നിൽ ചെയ്യുന്ന ഇത്രയധികം ചെലവിന് ഞാൻ എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്ന ചിന്തയിലായിരുന്നു. കാലത്തിന്റെ ഖലീഫയുടെ അതൃപ്തി ഒരിക്കലും എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് എപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ കുട്ടികളുടെയും അനുഭവങ്ങളുണ്ട്. മിക്കവരും ഇതാണ് എഴുതിയിരിക്കുന്നത്. എല്ലാവരും പിതാവിന് അല്ലാഹു തആലയിലും അന്ത്യദിനത്തിലും ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. ഖിലാഫത്തിന്റെ അനുസരണം, ജമാഅത്ത് വ്യവസ്ഥിതിയിൽ പൂർണ്ണ വിശ്വാസമായിരുന്നു. പിന്നെ അള്ളാഹുവിൽ കൂടുതൽ തവക്കലായിരുന്നു. മിക്കവാറും പറയാറുണ്ടായിരുന്നത്, എന്നെ ഒരിക്കലും അള്ളാഹു കൈവിടില്ല, എല്ലായ്പ്പോഴും എന്നെ സഹായിക്കുന്നു. അള്ളാഹുവിന്റെ കരുണയും അള്ളാഹുവിനോട് അതുപോലെയായിരുന്നു, അദ്ദേഹത്തോട് അതുപോലെയായിരുന്നു. സാമ്പത്തിക പദ്ധതികളിൽ എവിടെ പോയാലും, അതിനുശേഷവും മിഷണറി ഇൻചാർജ് ആയിരുന്നപ്പോഴും അമീർ ആയിരുന്ന സമയത്തും എവിടെ അയച്ചാലും, അതുകൂടാതെ റിട്ടയർമെന്റിന് ശേഷം എപ്പോഴാണെങ്കിലും അദ്ദേഹത്തിന് ആരോഗ്യമോശമായി ചിലപ്പോഴൊക്കെയെങ്കിലും അതിന്റെ പ്രചോദനം എടുക്കാമായിരുന്നു. എവിടെ ഇദ്ദേഹം പോയാലും സാമ്പത്തിക ത്യാഗത്തിന്റെ ആഹ്വാനം ചെയ്യാറുണ്ടായിരുന്നു. ജനങ്ങളിൽ സ്വാധീനമുണ്ടാകാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ ആദ്യം സ്വയം അതിൽ ഭാഗമിടുന്നു, പിന്നെ ബാക്കി ജമാഅത്തിനെ ഉപദേശിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ഒരു മകൾ പറയുന്നു, വലിയ മകൾ ഖിലാഫത്തെ അഹമ്മദിയായോട് സുദൃഢ ബന്ധം സ്ഥാപിക്കുവാൻ ഉപദേശിക്കുമായിരുന്നു. എപ്പോഴും ഞങ്ങളിൽ ജമാഅത്ത് വ്യവസ്ഥിതിയോട് സ്നേഹം, ബഹുമാനാദരവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹം ഞങ്ങൾ ഏവരും ഖലീഫത്തുൽ മസീഹിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പ്രാവർത്തികമാക്കുക എന്നത് മാത്രമായിരുന്നു. ഇത് പറയാതിരുന്നിട്ടുള്ള മജ്ലിസ് വളരെ കുറവാണ്. പിന്നെ പൗത്രന്മാരും പൗത്രാദികളും ചെറുമക്കളും ഒരുമിച്ച് കൂടുമ്പോൾ അവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു, നമ്മെ അദ്ദേഹം ഉപദേശിക്കും. ഉപദേശങ്ങളിൽ എപ്പോഴും ഈ സന്ദേശം ഉണ്ടായിരിക്കും. അതായത്, നാം ലൗകിക കാര്യങ്ങളിൽ ഉൾപ്പെടരുത്, നാം എപ്പോഴും അതിൽ മുഴുകരുത്, നമ്മുടെ ബന്ധം അള്ളാഹുവിനോടും ഖിലാഫത്തിനോടുമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. പിന്നീട് പറയുന്നു, ഞങ്ങളോട് പറയാറുണ്ടായിരുന്നത് ജമാഅത്തിന്റെ പണികൾ പൂർത്തിയാകുന്നതാണ്, അതിൽ സംശയമില്ല. നിങ്ങൾ ജമാഅത്തിൽ സേവനം ചെയ്തില്ലെങ്കിൽ അല്ലാഹു തആല മറ്റുള്ളവരെ ഇതിലും നന്നായി പ്രവർത്തിക്കുന്നവരെ കൊണ്ടുവരുന്നതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ചെറിയ മകൾ ഒരു സംഭവം എഴുതുന്നു. അതായത്,
സിറാലിയോണിലെ ഒരു പള്ളിയുടെ നിർമ്മാണ സമയത്ത് പണിക്കാര് ശമ്പളം ചോദിച്ചു. പണി നടക്കുകയായിരുന്നു, പൈസ ഇല്ല. ആ സമയത്ത് പിതാവിന്റെ പക്കൽ കൊടുക്കാൻ പണം ഉണ്ടായിരുന്നില്ല. എന്നാലും മൗലാന മുബാറക് നദീർ സാഹിബ് അവരോട് പറഞ്ഞു, നിങ്ങൾ നാളെ വരിക, നിങ്ങളുടെ ശമ്പളം തരാം, കൂലിയാണ്, അത് തരാം. രാവിലെ ആയപ്പോൾ അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് മുബാറക് നദീർ സാഹിബിന് മുന്നിൽ പണിക്കാർ കാത്തു നിൽക്കുകയാണ്. പണത്തിന്റെ ഏർപ്പാടായിട്ടില്ല. അതിൽ അദ്ദേഹം ആ തൊഴിലാളികളോട് പറഞ്ഞു, ഇപ്പോൾ എൻ്റെ കയ്യിൽ പണം വന്നിട്ടില്ല, എന്നാൽ ഞാൻ ദുആ ചെയ്യുകയാണ്, കുറച്ചു നേരം കാത്തിരിക്കുക, ഇൻഷാ അല്ലാ അല്ലാഹു തആല പെട്ടെന്ന് ഏർപ്പാട് ചെയ്യുന്നതാണ്. ആ അവസരത്തിൽ പറയപ്പെടുന്നു, ഒരു വണ്ടി വേഗത്തിൽ അവിടെ വന്നു. അദ്ദേഹത്തിന് ഒരു കവർ നൽകി, അതിൽ പണം ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, ഏതോ ഒരു വ്യക്തി കേട്ടു നിങ്ങൾ ഇവിടെ മസ്ജിദ് നിർമ്മിക്കുകയാണ്, അതുകൊണ്ട് അദ്ദേഹം ഈ പണം നിങ്ങൾക്ക് അയച്ചിരിക്കുന്നു, ഇത് താങ്കൾ വയ്ക്കുക. പിതാവ് അയാളോട് ആരാണ് പണം നൽകിയതെന്ന് ചോദിക്കുന്നതിന് മുമ്പായി തന്നെ അയാൾ വണ്ടി സ്റ്റാർട്ടാക്കി വേഗത്തിൽ പോയി. പറയുന്നു, അവർക്ക് ഉറപ്പായി ഇക്കാര്യത്തിൽ അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ദുആ കേട്ടു. അങ്ങനെ പണത്തിൽ നിന്നും തൊഴിലാളികൾക്ക് പണം നൽകി. ഇതായിരുന്നു അദ്ദേഹത്തിന് അല്ലാഹു തആലയിൽ ഉണ്ടായിരുന്ന തവക്കൽ. അതുപോലെ അള്ളാഹുവിന്റെ അദ്ദേഹത്തോടുള്ള കാരുണ്യവും ഈ രീതിയിലുള്ളതായിരുന്നു. ഇങ്ങനെയുള്ള തവക്കൽ അല്ലാഹു തആലയുടെ അവരോടുള്ള കാരുണ്യത്തിന്റെയും എണ്ണമറ്റ സംഭവങ്ങളുണ്ട് ജനങ്ങൾ എഴുതിയിട്ടുള്ളത്. വിവിധ ആളുകൾ മുറബിമാരും എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തീർച്ചയായും ഒരു കർമ്മനിരതനായ ഒരു പണ്ഡിതനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ ജനങ്ങൾ സ്വാധീനിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഖിലാഫത്തിന് മുന്നിൽ വിനയത്തിന്റെ ആഴത്തിലായിരുന്നു. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. ഇവരുടെ സന്താന പരമ്പരയെ ഇദ്ദേഹത്തിന്റെ കാലടികളിൽ നടത്തുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളുടെ പിൻഗാമികളാകട്ടെ, യഥാർത്ഥ പിൻഗാമികളാകട്ടെ. അല്ലാഹു തആല ജമാഅത്തിനും ഇദ്ദേഹത്തെ പോലെ നിർലോഭമായ സേവനം ചെയ്യുന്നവരെ നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് ജാമിയ കാനഡയിലെ പഠിച്ച മുറബിമാർ, അവർ ധാരാളം സംഭവങ്ങൾ ഇദ്ദേഹത്തെ കുറിച്ച് കൂടെയുള്ളതുണ്ട്. എങ്ങനെ അദ്ദേഹം തർബിയത്ത് നൽകിയിരുന്നു, അദ്ദേഹം തബ്ലീഗ് ചെയ്യാൻ എങ്ങനെയാണ് പഠിപ്പിച്ചത്, എങ്ങനെ ധാർമ്മികത പഠിപ്പിച്ചു, എങ്ങനെ ദീൻ പഠിപ്പിച്ചു. ഏതായിരുന്നാലും അവർ വളരെ അനുഗ്രഹം നേടി. ഈ മുറബികൾ ഇത് കേവലം അവർ ഓർത്തിരിക്കുക, ഇത് കേവലം സംഭവങ്ങൾ ഓർമ്മ വെക്കുന്നതിന് വേണ്ടി വിവരിച്ചതാകാതെ ആ മുറബിമാരും ഈ കാര്യങ്ങളിൽ കർമ്മ മാതൃക ആയി തീരുക. അല്ലാഹു തആല അവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله